മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യം ദാസോഹം തവ കേശവ. ശുഗരൂപപ്രബോധജ്ഞാം സർവശാസ്ത്രവിശാരദ ഏതൽകഥാപ്രകാശേന മതജ്ഞാനം വിനാശയാം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശാം യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ദേഹേന്ദ്രിയമനോബുദ്ധിപ്രേരകം സർവസാക്ഷിണം ശ്രീപതിം കരുണാസിന്ധും ശ്രീകൃഷ്ണം ഭാവയേ സദാ. ശ്രീകൃഷ്ണശരണം സമസ്തജഗതാം കൃഷ്ണം വിനാ കാഗതി. കൃഷ്ണേന പ്രതിഹന്യതേ കലിമലം കൃഷ്ണായ തുഭ്യം നമഃ. കൃഷ്ണാൽ ത്രസ്യതി കാലഭീമഭുജഗം കൃഷ്ണസ്യ സർവം വശേ. കൃഷ്ണേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ ഭോ കൃഷ്ണ ത്വം ഏവാശ്രയാം. ഹരി ഓം. നൈമിഷാരണ്യത്തിൽ അനേകായിരം മഹർഷിമാരിയ്ക്കുന്നു. അതിൽ എല്ലാം കൊണ്ടും മുതിർന്ന മഹർഷി ശൗനക മഹർഷി ഉഗ്രശ്രവസ് എന്ന വ്യാസപുത്ര ശിഷ്യനായ സൂത മഹർഷിയോട് ചോദിച്ചു കുറേ കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ആത്മസംതൃപ്തി ഉണ്ടാകുക? അങ്ങ് സർവ്വശാസ്ത്രങ്ങളും പഠിച്ചിട്ടുള്ള ആളാണല്ലോ, അപ്പോൾ അതിൽ നിന്ന് ആത്മസംതൃപ്തിക്കുള്ള കാര്യം എന്തെന്ന് എനിക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ആ ആത്മസംതൃപ്തി ഉണ്ടാവാനുള്ള വഴി പറഞ്ഞു തരൂ. പിന്നെ സർവ്വശാസ്ത്രങ്ങളുടെയും കേൾക്കുന്നതിൻ്റെ പ്രയോജനം എന്താ, അതിൻ്റെ സാരം എന്താ? പിന്നെ എല്ലാവർക്കും ആത്യന്തികമായ നന്മ എന്തുകൊണ്ടാണ് ഉണ്ടാവുക? പിന്നെ ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് അവതാരങ്ങൾ കൈക്കൊള്ളുന്നത്? വിശിഷ്യ കൃഷ്ണാവതാരവും കൃഷ്ണാവതാരത്തിലെ ലീലകളും അതൊക്കെ വിസ്തരിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ച സമയത്ത് ധർമ്മം പിന്നെ ഭഗവാൻ പോയപ്പോൾ ആരെ ആശ്രയിച്ച് നിൽക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അത്യധികം സന്തുഷ്ടനായിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ധന്യനായി ഒരു നിലയ്ക്ക് നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട്. എന്താ, എനിക്ക് ഭഗവാനെക്കുറിച്ച് ഓർമ്മിക്കാനും പറയാനും ഒരു അവസരം ഉണ്ടാക്കി തന്നൂല്ലോ നിങ്ങൾ. ഭഗവാനെക്കുറിച്ച് പറയുന്നവരെയും കേൾക്കുന്നവരെയും കേൾപ്പിക്കുന്നവരെയും കീർത്തിക്കുന്നവരെയും പുരുഷനെയും സ്ത്രീയെന്ന് വേണ്ട എല്ലാവരെയും പരിശുദ്ധമാക്കി തീർക്കുന്നതാണ് ശ്രീകൃഷ്ണ കഥകൾ, ഭഗവത് കഥകൾ. എന്നിട്ട് പറഞ്ഞു, സർവ നന്മകളോടും ഗുണങ്ങളോടും കൂടി ഭഗവാൻ ധർമ്മസംരക്ഷണം ചെയ്ത് ഈ ലോകത്തുനിന്ന് പോയി ഇരിക്കുന്ന സമയത്ത് ഈ ലോകത്ത് ധർമ്മത്തെ ശരിയാവണ്ണം പ്രകാശിപ്പിക്കാൻ വേണ്ടി അവതരിച്ചിട്ടുള്ള പുരാണ സൂര്യനാണ് ഈ ശ്രീമദ് ഭാഗവതം. എല്ലാ ധർമ്മങ്ങളും ഇന്ന് ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിച്ച് നിൽക്കുന്നു. അപ്പോൾ ഭാഗവതം ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാം. പിന്നീട് എന്താണ് പരമശ്രേയസിനുള്ള മാർഗം? ഭഗവാനിൽ പരമപ്രേമം ഉണ്ടാകുക എന്നുള്ളതാണ്. സ്വൈ പുംസാം പരോധർമ്മ യഥോ ഭക്തി അധോക്ഷജേ. സർവചരാചരങ്ങളുടെയും ഹൃദയത്തിനുള്ളിൽ അന്തര്യാമിയായിരിക്കുന്നവനാണ് ഭഗവാൻ. ഹരി ദേഹഭൃതാം ആത്മാ എന്നാണ്. ഹരി എന്ന് പറഞ്ഞാൽ ആരാണ്? ഹരിക്കുന്നവൻ എന്നൊരർത്ഥം. ദുഃഖങ്ങളും കഷ്ടങ്ങളും വിഷമങ്ങളൊക്കെ ഇല്ലാണ്ടാക്കും. പക്ഷേ ദേഹമുള്ളവരുടെ മുഴുവൻ ദേഹത്തിൻ്റെ ഉള്ളിൽ അതിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് കുടികൊള്ളുന്ന ആത്മചൈതന്യം ഹരിയാണെന്നർത്ഥം. അങ്ങനെയുള്ള ഭഗവാനിൽ പരമപ്രേമം ഉണ്ടാവണം. ആ ഭക്തി ശുദ്ധം ആകണം, അശുദ്ധാവാൻ പാടില്ല. ശുദ്ധാവുന്നപ്പോഴാണ് അത് നിഷ്കാമമാവുമ്പോഴാണ്. പ്രത്യേകിച്ചൊരു ഉദ്ദേശം ഇല്ലാതെ, പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം സാധിക്കണം എന്നുള്ള ആഗ്രഹമില്ലാതെ ഭഗവാനെ ഭരിക്കുന്ന ആ ഭജനമാണ്, ഭക്തിയാണത്രേ പരമമായ ധർമ്മം.
എന്താ അങ്ങനെ പറയാൻ കാരണം? എന്തെങ്കിലും കാര്യസാധനത്തിന് വേണ്ടി ഭജിക്കുമ്പോൾ ആ ഭക്തി അശുദ്ധമായി. കാരണം അവിടെ പ്രേമം ഭഗവാനിലല്ല, ലഭിക്കേണ്ട വസ്തുവിലാവുന്നു എന്നതുകൊണ്ട് തന്നെ. അങ്ങനെയുള്ള പ്രേമം ഉണ്ടായാൽ എന്താ ഗുണം? എന്തുകൊണ്ടാണ് എല്ലാ ധർമ്മവും ഭാഗവത്തെ ആശ്രയിച്ച് നിൽക്കണമെന്നും അതിൽ തന്നെ പരമധർമ്മം ഭഗവാനിൽ നിഷ്കാമവും നിഷ്കളങ്കവുമായ ഭക്തിയാണെന്നും എന്തെല്ലാം വിഘ്നങ്ങളും തടസ്സങ്ങളും ക്ലേശങ്ങളും ജീവിതത്തിൽ അനുഭവപ്പെട്ടാലും ഈശ്വരനോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ അത് സഹായിക്കല്ലാതെ ഈശ്വരനെ മറക്കാനോ അകലാനോ അല്ലെങ്കിൽ ഈശ്വരഭജനം നിർത്താനോ ഇടയാക്കുന്നതാവരുത് ആണ് വിഘ്നങ്ങളാൽ ഉടയാത്തതാകണം എന്ന് പറയാൻ കാരണം. ആ ഭക്തി ഉണ്ടായാൽ പരമശ്രേയസ് കൈവരിക്കുന്ന എങ്ങനെ പറയാം? പറയണു, ധർമ്മസ്വനുഷ്ഠിത വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശുവൈരാഗ്യം ജ്ഞാനം യഥഹൈതുകം. ഭഗവാനിൽ ശുദ്ധമായ യഥാർത്ഥമായ ഭക്തി, യഥാർത്ഥ ഭക്തി ശുദ്ധഭക്തിയാണ്, നിഷ്കാമഭക്തിയാണ്. അങ്ങനെയുള്ള ഭക്തി ഉണ്ടായാലോ ജ്ഞാനവും വൈരാഗ്യവും അയാൾക്ക് തനതാനം വന്നു ചേരും. ഭക്തി അതിനെ വർദ്ധിപ്പിക്കുകയും പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്ന അർത്ഥം. ഇതാണ് ഈ പരമഭക്തിയുടെ അല്ലെങ്കിൽ പരമധർമ്മമാകുന്ന നിഷ്കാമ ഭക്തിയുടെ മഹത്വം. അങ്ങനെ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടായാലോ ആ ഭക്തൻ മുക്തനായിത്തീരും, ആൾ മുക്തനായിത്തീരും. അല്ലേ? നമുക്ക് ഈ ലോകത്തിൽ ഒരുപാട് വസ്തുക്കളെക്കുറിച്ച് അറിയാം. നമ്മൾ അറിയുന്ന വസ്തുക്കളെയൊക്കെ നമുക്ക് ഇഷ്ടമാവുന്നുണ്ടോ? ഇല്ല. അറിയുന്ന വസ്തുക്കളോടോ ആളുകളോടോ? ആളുകളെ അറിയും. നമ്മൾ ദിവസവും മാധ്യമങ്ങളിലൂടെ എന്തൊക്കെ അറിയുന്നുണ്ട്. ചിലത് അറിയാണ്ടിരിക്കുക നല്ലത് തോന്നും ചിലപ്പോൾ. അല്ലേ? അറിയണ വസ്തുക്കളോട് പ്രേമമില്ല, അറിയുന്ന ആൾക്കാരോട് ഉണ്ടാവണില്ല. അതെ. നേരെ മറിച്ച് നമുക്കൊരാളോട് സ്നേഹം തോന്നുകയാണെങ്കിലോ ആ ആളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ശ്രമം ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ഭഗവാനോട് പ്രേമുണ്ടായാൽ കൂടുതൽ ആരാണ് ഈ ഭഗവാൻ? ഈ കൃഷ്ണൻ. കൃഷ്ണനോട് ഇഷ്ടം തോന്നി. ആരാണ് ഈ കൃഷ്ണൻ? ആ കൃഷ്ണനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ശ്രമം ഉണ്ടാവില്ലേ? അതാണ് ഈശ്വരനോട് പ്രേമം തോന്നുമ്പോൾ ആ ഈശ്വരൻ ആരാണെന്ന് അറിയാനുള്ള ശ്രമം ഉണ്ടാവും. അത് കൂടുതൽ ഈശ്വരനെക്കുറിച്ചുള്ള ജ്ഞാനത്തിലേക്ക് നമ്മെ സഹായിക്കും എന്നർത്ഥം. മാത്രമല്ല, ഭഗവാനോടുള്ള പ്രേമം വർദ്ധിക്കും തോറും വിഷയങ്ങളോടുള്ള പ്രേമം കുറഞ്ഞു വരും. വിഷയങ്ങളോടുള്ള പ്രേമത്തിനെ പ്രേമെന്ന് പറയാമോ? ആലോചിക്കൂ. അതിന് പേര് സക്തി എന്നാ. ഒന്ന് ഭക്തിയാണെങ്കിൽ മറ്റൊന്ന് സക്തിയാണ്. നശ്വരങ്ങളായ വസ്തുക്കളോടുള്ള നമുക്ക് തോന്നുന്ന പ്രേമം അനുരാഗം. ഓരോന്നിനോട് തോന്നുന്ന അനുരാഗമാണ്, മനസ്സിൻ്റെ ഒരു ഭാവമാണ് അതല്ലേ? അതെ, ഒരു അനുരാഗം തോന്നണം. അത് നശ്വര വസ്തുക്കളോടായാൽ ആസക്തിയാണ്. അത് ബന്ധനത്തിനും ദുഃഖത്തിനും കാരണമാവും. അല്ലേ? എന്നാൽ ഉദാത്തമായ ഒന്നിനോട്, ദിവ്യമായ ഒന്നിനോട്, ശ്രേഷ്ഠമായ ഒന്നിനോട് തോന്നുന്ന അതേ മനസ്സിൻ്റെ അനുരാഗമാണ് വികാരമൊന്നാം. പക്ഷെ അത് ഭക്തി എന്ന് പറയും. അമ്മയോടും അച്ഛനോടും നമുക്കുള്ളത് ആസക്തിയല്ല, മാതൃഭക്തി, പിതൃഭക്തി എന്ന് പറയാം. പക്ഷെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ എന്ത് നായോട് ഭക്തി എനിക്ക്? ഇപ്പം ആൾക്കാർക്ക് അങ്ങനെയൊക്കെയാണ്. പറ്റില്ലല്ലോ. നായയാണ് വീട്ടിൽ എപ്പോഴും കൊണ്ടിറക്കുന്നത്, സദാസമയം നായ ശുശ്രൂഷ. ചിലർ കിളികളെയൊക്കെ വിളിച്ച് ഇങ്ങനെ കൂട്ടിലിട്ടിട്ട് വളർത്തുക, ചിലർക്ക് ഈ അക്വേറിയം വളർത്താൻ ഉണ്ടാക്കിയിട്ട് മത്സ്യങ്ങളൊക്കെ ഇട്ടും വളർത്തുക. ഇതിലേക്ക് പറ്റില്ല, ഉറക്കം പറ്റില്ല. അതിനെ കണ്ടില്ലേ? ഇങ്ങനെ ഓരോന്നിൽ ആസക്തമായി പോകുന്നു മനസ്സെന്നർത്ഥം. ശരിയല്ലേ? ഇത് പ്രേമല്ല. അയ്യോ എന്തിഷ്ടം എനിക്ക് എൻ്റെ പൂച്ചയോട്. ഒരിടത്ത് ഒരു പൂച്ചമാമി ഉണ്ടായിരുന്നു, 56 പൂച്ചകൾ അവിടെ. എന്നെ കൊണ്ടേ കാണിച്ചു തന്നു. ഇതിനെ രാവിലെ മുതൽ അത് പരിപാലിക്കലേ അവർക്ക് പണി. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഓരോന്നിനോട് എന്താവും? ഒരു മാൻകുട്ടിയോട് ആസക്തി വന്നു ഭരത മഹർഷിക്ക്. അവസാനം മരിക്കണ സമയത്ത് ആ മാൻകുട്ടിയുടെ ചിന്ത പവറമായി മരിച്ചിട്ട് എന്തായി? മാനായി ജനിക്കേണ്ടി വന്നു എന്നാണ്. ശരിയല്ലേ? അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഈ ലോകത്തിൽ ആരോട് എന്തിനോട് നമുക്ക് തോന്നുന്ന സ്നേഹവും ഇഷ്ടവും എന്താണ്? ആസക്തിയാണ്. അത് അവസാനം നമുക്ക് ബന്ധനത്തിന് കാരണമാവും. ഇവരെയൊക്കെ മറക്കാറാവുക വേണ്ടതേ. നമ്മൾ ഈ ശരീരം വിട്ട് പോകുമ്പോഴോ പോണ സമയത്ത് ഈ ലോകത്തിലുള്ള ആരെയും ഒന്നിനെയും ഓർത്തിട്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല. പ്രയോജനം ഇല്ല എന്നല്ല, തകരാറുണ്ടേലും. എന്താ അത്? അവരുടെ സ്മരണയ്ക്കനുസരിച്ച് ഇവിടെ വരേണ്ടി വരും. അന്തേ യാ മതി സാ ഗതിർഭവേ എന്നാണ്. അവസാന സമയത്ത് എന്തൊരു ചിന്തയോടെ സ്മരണയോടെ ആരെ ഓർത്തുകൊണ്ട് മരിക്കുമോ അതിന് വേണ്ടിയിട്ട് ഇവിടെ വരേണ്ടി വരും. അതുകൊണ്ട് എന്ത് വേണം? അന്തേ നാരായണ സ്മൃതി. അന്ത്യകാലത്തിൽ നാരായണ സ്മരണ, ഭഗവത് സ്മരണ, ഹരിസ്മരണ സാധിക്കണം എന്നർത്ഥം. അതുകൊണ്ടാണ് വിവേകികൾ നിരന്തരം ഹരിസ്മരണയിൽ കഴിയണം എന്നർത്ഥം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, ഈ രാഷ്ട്രത്തിനോട് നമുക്ക്
ദേശത്തിനോട് നമുക്ക് ആസക്തിയല്ല, ദേശഭക്തി എന്ന് പറയാം. അല്ലേ? മാതാപിതാക്കന്മാരോടുള്ള ഭക്തിയാണ്, ഗുരുജനങ്ങളോടുള്ള ഭക്തിയാണ്, അല്ലേ? ഈശ്വരനോടുള്ള ഭക്തി. അപ്പോൾ മനസ്സിലായില്ലോ? ഈ നശ്വരങ്ങളും ക്ഷണികങ്ങളുമായ വസ്തുക്കളോടോ ആളുകളോടോ നമുക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രേമമല്ല. ഇപ്പം നമ്മൾ പറയും എനിക്ക് നിന്നെ വലിയ പ്രേമാന്നൊക്കെ പറയും, പക്ഷെ ആ പ്രേമമാണെന്നോ ശരിക്കും പറഞ്ഞാൽ ആസക്തിയാണ്. ശരിയല്ലേ? അപ്പോൾ ഈശ്വരനോടുള്ള പ്രേമം ഇതുപോലെയല്ല. അത് നമ്മളെ ആസക്തിയിൽ നിന്ന് മോചിപ്പിക്കും. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം. ഒന്ന് നമ്മളെ കൊടുക്കുമെങ്കിൽ, ബന്ധിപ്പിക്കുമെങ്കിൽ, മറ്റേത് നമ്മളെ മോചിപ്പിക്കും അർത്ഥം. ഒന്ന് നമ്മളെ അസ്വതന്ത്രരാക്കി തീർക്കുമെങ്കിൽ മറ്റൊന്ന് നമ്മളെ സ്വതന്ത്രരാക്കി തീർക്കും. ഒന്ന് നമ്മളെ ആസക്തി നമ്മളെ ദുഃഖിപ്പിക്കുമെങ്കിൽ ഭക്തി നമ്മളെ ആനന്ദത്തിലേക്ക് നയിക്കും, ആനന്ദസ്വരൂപനായ ഈശ്വരനോട് ചേർക്കാൻ സഹായിക്കും. എന്ന് മാത്രമല്ല, ഈശ്വരനോടുള്ള പ്രേമം വിഷയങ്ങളോടുള്ള ആസക്തിയെ ഇല്ലാണ്ടാക്കി തീർക്കും കൂടി ചെയ്യുന്ന. കിഴക്കോട്ട് നടന്നാൽ പടിഞ്ഞാറിന് വിടേണ്ടി വരില്ലേ? പടിഞ്ഞാറിന് വിടാൻ പറ്റുമോ കിഴക്കോട്ട് നടക്കാണ്ട്? ഒരാൾ കിഴക്കോട്ടൊക്കെ നടക്കാൻ തുടങ്ങിയാൽ പടിഞ്ഞാറിന് വിട്ടോളും. ഇതുപോലെയാ ഈശ്വരനെ സ്റ്റാർട്ട് ലവിങ് ഗോഡ്, ഭഗവാനെ സ്നേഹിക്കാൻ തുടങ്ങുക, പ്രേമിക്കാൻ തുടങ്ങുക. അപ്പോഴോ സ്വാഭാവികമായി ഈശ്വരനോട് എത്രത്തോളം നമുക്ക് ഇഷ്ടം ഉണ്ടാവുമോ അത്രത്തോളം ഈ നശ്വരങ്ങളായ വസ്തുക്കളോടുള്ള ഇഷ്ടം കുറഞ്ഞു 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 വരും. അമ്മ പറയായിരുന്നു, ഞാൻ ഈ ചിന്മയാംശലിലും വന്ന് ഈ സത്സംഗവും ഈ ഭജനയും ഇങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്കിപ്പോൾ മക്കളെക്കുറിച്ചുള്ള ചിന്തയൊന്നുമില്ല. അവരൊക്കെ വിളിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറയത്ര തന്നെ. അല്ലെങ്കിലോ എപ്പോഴും അവരുടെ ചിന്ത തന്നെയാ. പേരക്കുട്ടി എന്തെടുത്തു, അവൻ സ്കൂളിൽ പോയോ, അത് തിരിച്ചു വന്നോ, അല്ലേ? അതിലെന്തെങ്കിലും കൊടുത്തുവോ? ഇവിടെ ഇരുന്നുണ്ടേ, എവിടെ അമേരിക്കയിലാ, ഇവിടെ ഇരുന്ന് ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ നമ്മുടെ മനസ്സങ്ങതിലേ പോണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മനസ്സ് ഭഗവാനിൽ എൻഗേജഡ് ആവണത്തം. അപ്പോൾ ഇതാണ് ഭക്തിയുടെ മഹാത്മ്യം. അതാണ് പറയണത്, ഭഗവാനോടുള്ള പ്രേമം വർദ്ധിക്കും തോറും വിഷയങ്ങളോടുള്ള ആസക്തി കുറഞ്ഞു കുറഞ്ഞു വരും. അതിൻ്റെ പേരാണ് വൈരാഗ്യം. വൈരാഗ്യം വാസ്തവത്തിൽ സ്വാതന്ത്ര്യമാണ്. വൈരാഗ്യം ഏവ അഭയം എന്നൊക്കെയാണ് ഭർതൃഹരി പറയാം. വൈരാഗ്യം എന്നുള്ളത് വാസ്തവത്തിൽ സാധാരണ ആൾക്കാർക്ക് വളരെ ഭയാനകമായിട്ടാണ്, ശുഷ്കമായും പേടിപ്പെടുത്തുന്നതായിട്ട് ആൾക്കാർ ധരിക്കുന്നത്. അങ്ങനെയല്ല, സ്വതന്ത്രമാകും മനസ്സ്. ഒന്നിലും കുടുക്ക കഴിയും, ഭഗവാനിലാകും നമ്മുടെ മനസ്സിൻ്റെ ആ കുടുക്ക്. അത് നമുക്ക് സ്വാതന്ത്ര്യവും ശാന്തിയും സുഖവും സമാധാനവും തരുന്ന അർത്ഥം. ഇനി ലൗകികമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഈശ്വരനോട് പ്രേമം വർദ്ധിക്കും തോറും ഈ വിഷയങ്ങളോടുള്ള ആസക്തി കമ്മിയായി വരും, സ്നേഹം കുറഞ്ഞു വരും എന്നുള്ളതിന് തെളിവെന്താ? തെളിവ് എല്ലാ ഗൃഹസ്ഥന്മാർക്കും നിശ്ചയമുണ്ട്, അല്ലേ? വിവാഹം കഴിഞ്ഞു, എന്ത് വേണം? ഒരു കുട്ടി ഉണ്ടാവണം. അങ്ങനെ കുട്ടി ഉണ്ടായി. കുട്ടി അങ്ങനെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ വളർത്തി. ആ കുട്ടിക്ക് അച്ഛൻ മാത്രം, അച്ഛൻ അമ്മ എന്ന് പറഞ്ഞാൽ പ്രാണനാണ്, ജീവനാണ്. അങ്ങനെ വളർന്ന് 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 കോളേജിലുമായി, പഠിച്ചു, ജോലിയൊക്കെ ആയി, അല്ലേ? കല്യാണം കഴിക്കണം എന്നായി പിന്നെ അച്ഛൻ്റെ ചിന്ത. കല്യാണം കഴിപ്പിച്ചതോടുകൂടി അച്ഛനോടും അമ്മോടുള്ള സ്നേഹം പാതി കുറഞ്ഞു. എന്ത് പറ്റി? പാർട്ട്ണർക്ക് പങ്കുവെക്കേണ്ടേ പാതി? ആണായാലും ശരി, ഭാര്യയായാലും ശരി, ഭർത്താവായാലും ശരി. നേരെ പകുതി സ്നേഹം ആർക്ക് പോയി? ഭാര്യയ്ക്ക് പോയി, അല്ലെങ്കിൽ ഭർത്താവിന് പോയി. അപ്പോൾ ഇത് എവിടുന്നാ വിഡ്രോ ചെയ്യുക? ബാങ്കിലെ പണം വിഡ്രോ ചെയ്യണ പോലെ ഇപ്പം നമ്മുടെ സ്നേഹം മുഴുവനും, കുട്ടിയുടെ സ്നേഹം മുഴുവനും അച്ഛനിലും അമ്മയിലും മാത്രം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ശരിയല്ലേ? ഇപ്പം അതിന് കുറച്ച് പാതി എടുത്തു, 50% പാർട്ട്ണർക്ക് കൊടുത്തു. പിന്നെയോ അവർക്ക് കുട്ടിയുണ്ടായി, 1-2 കുട്ടികളുണ്ടായി. അപ്പോൾ അവർക്ക് സ്നേഹമല്ലേ, അവരൊക്കെ ഡിമാൻഡ് ചെയ്യില്ലേ സ്നേഹത്തിനെ? ശരിയല്ലേ? അപ്പോൾ എവിടുന്ന പറയുക? എവിടുന്ന് എടുക്കണം? വീണ്ടും ഡെപ്പോസിറ്റിന് വിഡ്രോ ചെയ്യണം. അമ്മയുടെ നിന്ന് അച്ഛൻ്റെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ, ഭാര്യയിൽ നിന്ന് എടുത്താൽ ഭാര്യ സമ്മതിക്കില്ല. അപ്പം എന്ത് ചെയ്യും? കുട്ടികൾക്ക് കൊടുക്കാൻ അമ്മയിൽ നിന്ന് എടുത്തു, അച്ഛൻ നിന്ന് എടുത്തു. ഇത് ഓരോരുത്തർക്കും ഇപ്പം മുത്തശ്ശന്മാരെ ഇവിടെ ഇരിക്കണം. നിങ്ങൾക്കൊക്കെ നിശ്ചയില്ലേ? ഇപ്പം നിങ്ങളുടെ മക്കൾക്കും നിങ്ങളോട് എത്രത്തോളം ഉണ്ട്? എത്രയൊന്നും ഉള്ളൂ. നമുക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു നമ്മുടെ അച്ഛനമ്മമാരോട്? നമ്മൾ കല്യാണം കഴിച്ച് പ്രാരബ്ധക്കാരെ കുട്ടികളൊക്കെ ആയിപ്പോൾ. ശരി തന്നെയല്ലേ? വിവാഹത്തിന് മുമ്പുള്ള അത്ര സ്നേഹമോ അവരോടുള്ള വേണ്ടിയോ ഓരോടി കാണാൻ പോലെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കല്, ഇതൊക്കെ എവിടെ പോയി? പറയും എന്ത് തിരക്കാകെ പ്രാരബ്ധമാണെന്ന് പറയും, അല്ലേ? നേരല്ല പറയും. അപ്പോൾ ഇത് നമുക്ക് ലൗകിക ജീവിതത്തിൽ ഏതൊരാൾക്കും അനുഭവമാണ്. ശരിയല്ലേ? നമ്മുടെ ഇഷ്ടം വേറൊന്നിലേക്ക് പോകും തോറും മറ്റൊന്നിന്ന് കുറഞ്ഞു വരും. അപ്പോൾ ഈശ്വരനോട് പ്രേമം വർദ്ധിക്കും തോറും ലൗകിക വസ്തുക്കളോടുള്ള ആസക്തി അത് നല്ലതായിരുന്നു നിലയ്ക്ക്. അത് സ്നേഹമല്ല, ആസക്തി കുറഞ്ഞു വരും എന്നർത്ഥം. അതിൻ്റെ പേരാണ് വിരക്തി. അങ്ങനെ ഭക്തി കൊണ്ട് ശുദ്ധവും വിരക്തി കൊണ്ട് മനസ്സ് ഇളകമറിയാതെ ശാന്തവുമായി തീർന്ന ആ മനസ്സിലാണ് നമ്മുടെ ആത്മാവായ ഭഗവാന്റെ സ്വരൂപജ്ഞാനം സാക്ഷാത്കാരം ഉണ്ടാവുക എന്നർത്ഥം. അപ്പം ഇതാണ് ഈ ഭക്തിയുടെ മഹിമ. പരമധർമ്മമായ ഭക്തി നമുക്കുണ്ടായി, നിഷ്കാമ ഭക്തി ഉണ്ടായാൽ ജ്ഞാനവൈരാഗ്യങ്ങളും മുക്തിയും സാധിക്കും എന്നർത്ഥം.
അപ്പോൾ ഇതിൽ നിന്ന് ഇനി ഒന്ന് ചിന്തിച്ച് നോക്കൂ. പുസ്തകങ്ങൾ വായിച്ച് പോകാം, നമുക്ക് വേഗം ശ്ലോകം തീർത്ത് വേഗം പോകാം. അപ്പോൾ നമ്മൾ ഇനി നമ്മളോട് സ്വയം ചോദിച്ചു നോക്കുക, ഞാൻ കുറെ കാലമായില്ലോ ഭജനം ചെയ്ത് തുടങ്ങിയിട്ട്, ഭക്തി ചെയ്യണ്ടല്ലോ അല്ലേ, അമ്പലത്തിൽ പോകുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട്, ഭാഗവതം വായിക്കുന്നുണ്ട് അല്ലേ, അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കുറേയൊക്കെ ഭക്തിക്ക് വേണ്ട പരിശ്രമം നമ്മൾ ചെയ്യുന്നില്ലേ. പക്ഷെ നമുക്കെന്തായി വിരക്തി വരാത്തത്? നമുക്കെന്തുകൊണ്ടാണ് ജ്ഞാനം ഉണ്ടാവാത്തത്? അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഭക്തി ശുദ്ധമല്ല. ശുദ്ധമായിരുന്നെങ്കിൽ ഉറപ്പാണ് ജ്ഞാനവൈരാഗ്യങ്ങൾ പ്രയാസം കൂടാതെ അനായാസേന സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പറഞ്ഞത്. ജനേരി ആശു ഉടനെ തന്നെ എന്നർത്ഥം. അനുഭവം ഞാനുണ്ടാവും. അപ്പം അതുണ്ടാവണില്ലെങ്കിൽ ഭക്തിയുടെ അശുദ്ധി എന്നതിന് കാരണം. നേരത്തെ പറഞ്ഞ അഹൈതുകീ ഭക്തിയല്ല, അതാണ് കാരണം. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഭഗവാനോട് പറയാണ്. നമ്മളൊക്കെ നമ്മൾ പണിയെടുക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ. ഓരോ വ്യക്തികളും അവരവരുടേതായ സ്വധർമ്മം വെച്ചാൽ കർത്തവ്യം അത് ചെയ്യുന്നുണ്ട്. ആ കർത്തവ്യത്തിൻ്റെ സ്വരൂപം എന്താ, കർത്തവ്യത്തിൻ്റെ പ്രയോജനം എന്താ, കർത്തവ്യം എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ കർമ്മം കൊണ്ട്, കർത്തവ്യം കൊണ്ട് നമുക്ക് ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം, ഭഗവാന്റെ കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടാവണം. ഇല്ലെങ്കിൽ ആ ധർമ്മം ശരിയാവണ്ണം അനുഷ്ഠിച്ചിട്ടില്ല എന്നർത്ഥം. ധർമ്മസ്വനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസുയ നോൽപാദയേൽ യതിരതിം ശ്രമ ഏവ ഹി കേവലം. ഭഗവാൻ പറയണു, നാം അനുഷ്ഠിക്കുന്ന ധർമ്മം, നമ്മുടെ കർത്തവ്യകർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താ, ഫലം എന്താ? നമ്മൾ ആലോചിച്ചിട്ടോ എന്നിരിക്കുക. നമ്മൾ കർത്തവ്യം ചെയ്യുമ്പോൾ നമ്മുടെ വിചാരം എന്താ? നമ്മളെവിടെ നമ്മുടെ ഡ്യൂട്ടി ചെയ്യണമെങ്കിലും നമ്മുടെ വിചാരം എന്താ? ഞാൻ എൻ്റെ കടമകളൊക്കെ നിർവഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഡ്യൂട്ടിയൊക്കെ വളരെ നന്നായി ചെയ്യുന്നുണ്ട്, എന്നിട്ടോ അതിന് എനിക്ക് പ്രതിഫലമായിട്ട് ലോകത്തുനിന്ന് എന്തെങ്കിലും കിട്ടണം. ഒന്നോ പണം കിട്ടണം, ഇല്ലെങ്കിലോ സ്ഥാനമാനങ്ങൾ ഉണ്ടാവണം, പേരും പെരുമയും കിട്ടണം, ഓഫീസിലാണെങ്കിൽ പ്രമോഷൻ കിട്ടണം അല്ലേ. ഇങ്ങനെ ഭൗതികമായ പലതും കിട്ടണം എന്ന വിചാരത്തോട് കൂടിയിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യേണ്ടത്. അത് കിട്ടിയില്ലെങ്കിലോ മുറുമുറുക്ക് ചെയ്യും, സങ്കടം ഉണ്ടാവുകയും ചെയ്യും, പരാതി ഉണ്ടാവുകയും ചെയ്യും. കണ്ടില്ലേ, അവനൊന്നും ചെയ്യണില്ല, എന്നിട്ട് അവന് പ്രൊമോഷൻ കിട്ടി. ഞാൻ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് എനിക്ക് പ്രൊമോഷൻ ഇല്ല അല്ലേ. ഞാൻ അത്രയും സിൻസിയറായി വർക്ക് ചെയ്തിട്ട് എന്നെ ട്രാൻസ്ഫർ ചെയ്തു, അവനില്ലേ ഒരു പണിയില്ല, അവന് ട്രാൻസ്ഫറും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്നാണ് അല്ലേ. അപ്പം ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ സ്വധർമ്മം ചെയ്തിട്ട് നമുക്ക് എന്താ ഉണ്ടായത്? നമുക്ക് ദുഃഖം ഉണ്ടായത്. ചെയ്ത പണിയിൽ സന്തോഷം ഉണ്ടായോ? ഇല്ല. ഇവിടെ പറയണു, സർമ്മസ്വനുഷ്ഠിത പുംസാം, തൻ്റെ കർത്തവ്യ ശരിയാവണ്ണം അനുഷ്ഠിച്ചു ഒരാളെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവേണ്ടത് എന്താ? വിശ്വക്സേനൻ്റെ കഥയിൽ രതി ഉണ്ടാവണം, ഭഗവത് കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടാവണം, ഭഗവാനിൽ ഭക്തി ഉണ്ടാകണം. ഭഗവത് ഭക്തി ഉണ്ടാകാൻ സഹായിക്കുന്നില്ല കർമ്മമെങ്കിൽ ആ കർമ്മം എന്താണ്? ശ്രമ ഏവ ഹി കേവലം, വെറും ലേബറായി മാറി എന്നർത്ഥം. ശ്രമം വെച്ചാലോ ദേഹാധ്വാനം, വേല, വൃഥാ വേല. നോക്കൂ, ആലോചിച്ച് നോക്കൂ, ഇതെത്ര വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിയായ രീതിയിലാണ് നമ്മൾ നമ്മുടെ കർത്തവ്യം ചെയ്തതെങ്കിൽ, ധർമ്മം ചെയ്തതെങ്കിൽ ആ പണിയിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാവേണ്ടതായിരുന്നു അല്ലേ. ആ പ്രവൃത്തിയിൽ തന്നെ സന്തുഷ്ടി നിർത്തം. ഇത് നമ്മൾ തലപകഞ്ഞ് ഇത്രയൊക്കെ ഞാൻ ചെയ്തു എന്നിട്ട് എന്ത് ഗുണമുണ്ടായി, എന്നിട്ട് ആരും അറിയുന്നില്ല, മനസ്സിലാക്കണില്ല, ഇങ്ങനെ ആവലാതി എന്നർത്ഥം. അപ്പം ആർക്ക് വേണ്ടിയാണോ നമ്മൾ പണിയെടുക്കുന്നത് ആ ആളോട് നമുക്ക് സ്നേഹം വേണം. സ്നേഹമില്ലെങ്കിൽ ആ പണി ഭാരവും. ശരിയല്ലേ? ഒരാൾ സന്തോഷത്തോടു കൂടി ഒരു പണി ചെയ്യണം, ഒരാൾ ഓഫീസിൽ പോകണം, ജോലിയായിട്ട് പോകണം. ഓഫീസിൽ പോകണമെന്ന് മാത്രമല്ല, ഏത് പണി, ഇവിടെ അമ്പലത്തിൽ പൂജിക്കുന്നത് പോലും ജോലിയായി ചെയ്താൽ എന്താവും? അയ്യോ, ഒരു രസം ഉണ്ടാവില്ല എന്നർത്ഥം. നാം ഭഗവാനെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യുമ്പോഴോ അവിടെ ഭഗവാനെ കുളിപ്പിക്കുക, അങ്ങനെ ഭഗവാനെ കുളിപ്പിച്ച് വിഗ്രഹം നല്ലോണം തുറച്ച് വൃത്തിയാക്കി ലേ, അഴുക്കുകളൊക്കെ ഭഗവാന്റെ ശരീരത്തിൽ ഇരിക്കണ്ടോ നോക്കി, അയ്യോ ലേ നല്ലോണം തുടപ്പിച്ചു, അത് നല്ലോണം ഡ്രസ്സൊക്കെ ചെയ്യിച്ചു, ആടയാഭരണങ്ങളൊക്കെ അണിയിച്ചു. എന്തായിരിക്കും നമ്മളതിൽ മറന്നതിൽ മുഴുകി ആനന്ദിക്കും. ഇല്ലെങ്കിലോ വളരെ സങ്കടം തന്നെ. ഈ വിഗ്രഹത്തിൽ ചെളിയിരിക്കണമെന്ന് ദേഷ്യം വരും അല്ലേ. അങ്ങനെയാണ് ഏത് പണിയും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പണി നമ്മൾ ചെയ്യണമെങ്കിൽ അത് നമുക്ക് എത്ര നേരം ചെയ്താലും ചെയ്തു തോന്നില്ല, ഭാരം തോന്നില്ല, ക്ഷീണം തോന്നുമോ? ഇല്ല. അപ്പം പ്രവൃത്തിയെ നമ്മൾ ഈശ്വര പൂജയാക്കി തീർക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്.
ഏത് ഭഗവാൻ പറയണ എന്താ? ജോബിനെ, വേലയെ, ജോലിയെ ഭഗവാന്റെ ആരാധനയാക്കണം. വർക്ക് ഈസ് വർഷിപ്പ് എന്നാണ് അല്ലേ? ഇവിടെ എന്തായി? വർഷിപ്പ് പോലും വെറും വർക്കായി മാറുക. ഈശ്വര ആരാധനാപരമായി ഏർപ്പെടുത്തുന്ന ആ പൂജാതി കാര്യങ്ങൾ പോലും വെറും ലേബറായിട്ട് മാറുന്നു. വെറും കൂലിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന മാതിരിയാവും എന്നർത്ഥം. അപ്പം അത് ഭാരമാവാണ്ടിരിക്കില്ല എന്നർത്ഥം. അവിടെ ഭക്തിയൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. അതെ, അപ്പോൾ ഒന്ന് തൊഴിലാണ്, ഒന്ന് സന്തോഷത്തോടുകൂടി മനസ്സിനിണങ്ങിയ പണി ചെയ്യുക. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റേ ആളെ എപ്പോഴും അവസാനിക്കുക എന്നാ അല്ലേ? സമയായി എങ്ങനെയും വാച്ച് നോക്കി സമയാക്കാൻ നോക്കിയിരിക്കും അവിടുന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ധർമ്മനിർവഹണത്തിൻ്റെ യഥാർത്ഥ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ കർത്തവ്യമാണ്. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തിയും അനുഷ്ഠിക്കേണ്ട കർത്തവ്യ പരിപാലനം. ഇപ്പോൾ ഓഫീസിലായാലും വീട്ടിലായാലും നമ്മളൊരു സമൂഹ ജീവിയല്ലേ. അച്ഛനാണ് നമ്മൾ, അമ്മയാണ് നമ്മൾ, അതേസമയത്ത് ഭാര്യയാണ്, അതേസമയത്ത് ഭർത്താവാണ്. ഒരാൾക്ക് എത്ര റോളാന്ന് ആലോചിച്ച് നോക്കൂ. അതേസമയത്ത് മോനാണ്, അതേസമയത്ത് അച്ഛനും അമ്മയുണ്ടെങ്കിൽ മോനാണ് അല്ലെങ്കിൽ മോളാണ്. അപ്പോൾ അച്ഛനോടും അമ്മയോടും ഡ്യൂട്ടി, ഉത്തരവാദിത്വം. വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിനോടും അവരുടെ ബന്ധുക്കളോടും ഇല്ലേ? ഓഫീസിൽ പോയാൽ അവിടെ ഇല്ലേ? ഇനി സമാജത്തിൽ എവിടെയൊക്കെ ഇങ്ങനെയുള്ള ചിന്മയ മിഷൻ പോലെ ആരോടെങ്കിലൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കണമെങ്കിൽ അവിടെ ഇല്ലേ നമുക്ക് ഓരോ നമ്മുടെ റോളിനനുസരിച്ച് ഉത്തരവാദിത്വങ്ങൾ? ഇങ്ങനെ ഉണ്ടല്ലോ, സമൂഹ ജീവിയല്ലേ മനുഷ്യൻ. അതെ, അപ്പോൾ അവിടെയൊക്കെ ഉള്ള ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ആത്മാർത്ഥതയോടും സന്തോഷത്തോടും കൂടി നിർവഹിക്കാതിരിക്കാൻ എന്ത് കാരണം? സ്നേഹമില്ല, പ്രേമമില്ല എന്നർത്ഥം. ശരിയല്ലേ? അതൊരു ജോലിയായിട്ട്, അതൊരു ഭാരമായി തീരും നമുക്ക്. ജോലിയായ ഭാരമായി. മനസ്സിലായോ? നേരെ മറിച്ച് അത് ഭഗവാന്റെ പണിയാണെന്ന് വിചാരിച്ച് സന്തോഷത്തോടെ ചെയ്യുമ്പോഴോ നമുക്കതിൽ വലിയൊരു ചാരിതാർത്ഥ്യം, സംതൃപ്തി കിട്ടും. കാശ് എത്ര കിട്ടിയാലും കിട്ടില്ല. കാശ് കൊടുത്ത് നമുക്ക് സംതൃപ്തി വാങ്ങാൻ പറ്റില്ല. പറ്റുമോ? പണിയെടുക്കാണ്ട് കാശ് ഉണ്ടാക്കേണ്ട ആൾക്കാരിന്ന്, ശരിയല്ലേ? പക്ഷേ ആ കാശ് കൊടുത്തിട്ട് കുറച്ച് സന്തോഷം മേടിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കും. മനുഷ്യൻ ഇതാണ് നോക്കൂ. ഭാഗവതം നമ്മളെ എത്ര രസകരമായിട്ടാണ് ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ എവിടെ എന്ത് പണിയെടുക്കണമെങ്കിലും നമ്മുടെ കടമകളൊക്കെ കർത്തവ്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്യും. സ്നേഹത്തോടെ ചെയ്യും, ഉത്സാഹത്തോടെ ചെയ്യും, സന്തോഷത്തോടെ ചെയ്യും. കാരണം എന്താ? അത് ഭഗവാന്റെ പണിയാണേ, അല്ലേ? അതെ. അപ്പം എന്തിനാണ് നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുന്നത്? ആരെയും ഭഗവാൻ നമുക്ക് പണിയെടുക്കാൻ, കർമ്മം ചെയ്യാനുള്ള ശക്തി, ചൈതന്യം, ഉന്മേഷം ഇതൊക്കെ ഇവിടുന്ന് കിട്ടണേ. നോക്കൂ, ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്തു. നിങ്ങൾക്ക് ഇത്രാം തീയതി വന്നോളൂ, ഇത്ര ഉറുപ്പ്യ ശമ്പളം, അതൊക്കെ എഗ്രി ചെയ്തു. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ 12 മണിക്കൂറാണ് പണി. പൈറ്റിയിലാണെന്ന് വെച്ചാൽ പണിയൊന്നുമില്ല. രാത്രി പോലെ അവർ പറയണ പോലെ നമുക്ക് ഇരുന്നോണം, അല്ലേ? രാത്രി 12 മണിയൊക്കെ ഇരിക്കേണ്ടി വരും. അതൊന്നും പ്രശ്നമല്ല, കാശ് തരണ്ട. അപ്പോൾ അവർ കാശ് തന്നാൽ അവരെ ശമ്പളം മേടിച്ച് കഴിഞ്ഞാൽ അവർ പറയണ മാതിരി പണിയെടുക്കണ്ടേ അവർക്ക് വേണ്ടിയിട്ട്? അതല്ലേ ഇപ്പം എല്ലാവരും മക്കളും ഒക്കെ വന്ന് വർക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കണം. എന്താ സ്വാമി, അവർ രാവിലെ ആയാൽ മോളിൽ പോവും, പിന്നെ രാത്രി അവരെ കാണുള്ളൂ. ശരിയല്ലേ? എല്ലാ അച്ഛനന്മാരും പറഞ്ഞതാ. അപ്പം എന്താ? കമ്മിറ്റ്മെൻറ്റ്. ശരിയല്ലേ? അതാണ്. അപ്പം അവരോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഈശ്വരനോട് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ശരിയല്ലേ? നമുക്ക് പ്രവർത്തിക്കാനുള്ള ശക്തി, നോളേജ്, എബിലിറ്റി ഇതൊക്കെ തരുന്നത് ആരാ? നമ്മുടെ ഉള്ളിൽ ജീവനുണ്ടെങ്കിൽ നമുക്കിതൊക്കെ കിട്ടുള്ളൂ. ഭഗവാൻ നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായി ചൈതന്യ സ്വരൂപനായി ഇരിക്കൊണ്ടാണ് നമുക്കെല്ലാം ചെയ്യാനുള്ള സാമർഥ്യം ഉള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ കഴിവിൻ്റെയും എല്ലാ ശക്തിയുടെയും സ്രോതസ് ഭഗവാനാണ് നമുക്കിതൊക്കെ കിട്ടണത്. അപ്പോൾ ആ ഭഗവാനെ സേവിക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാന കർത്തവ്യമല്ലേ? അല്ലേ? അതെ. നോക്കൂ, രസം എന്താ വെച്ചാൽ ഭഗവാനാണ് നമ്മുടെ എന്താ പറയുക കേന്ദ്രബിന്ദു, നമ്മുടെ ജീവിതത്തിൻ്റെ നാരായ പേര്, അതിൽ അടിസ്ഥാന ഘടകം. ഭഗവാൻ ഇല്ല വെച്ചാൽ നമുക്ക് ജീവിതമില്ല. ആ ഭഗവാനെ സേവിക്കാൻ വെച്ചാൽ പ്രത്യേകിച്ച് പുഷ്പം വേണമെന്നില്ല, പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ പോകണമെന്നൊന്നുമില്ല. പിന്നെയോ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആ ഭഗവാന്റെ സേവനമാണ് എന്ന ഭാവനയോടുകൂടി ചെയ്യുമ്പോൾ എന്തായി? ഒന്നാന്തര ഈശ്വരപൂജയായി. ഇതാണ് നമ്മുടെ ഭാഗവതായാലും ഭഗവത്ഗീതയായാലും ഉപനിഷത്തായാലും അല്ലെങ്കിൽ നമ്മുടെ അധ്യാത്മഗ്രന്ഥങ്ങൾ പറയണത്, നമ്മുടെ ഗുരുനാഥന്മാരും പറയണത്. ശരിയല്ലേ? യാതൊന്നു ചെയ്വതത് നാരായണ അർച്ചനകളാക്കി മാറ്റാൻ. അതാ. അങ്ങനെ ആയാൽ ഭഗവാന് ഭക്തി ഉണ്ടാവും. അവ കർമ്മത്തിൻ്റെ പ്രയോജനം എന്താ? സ്വധർമ്മത്തിൻ്റെ പ്രയോജനം എന്താ? കർത്തവ്യമനുഷ്ഠിച്ചതിൻ്റെ ഫലം എന്താ? അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടേണ്ടത് എന്താ? പണമോ പ്രധാനമോ പ്രതാപമോ സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ അല്ല.
മറിച്ച് ഈശ്വരപ്രേമമാണ്. ഭഗവത് കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടാവലാണ്. അതിനാണല്ലോ ഭക്തി ഉണ്ടാവുക. അതെ, ഇതുണ്ടാവണില്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി എന്താണ്? സ്നേഹശൂന്യമായിരുന്നു, വെറും അധ്വാനം മാത്രമായിരുന്നു. അത് തലയ്ക്കൊരു ഭാരമാണെന്നർത്ഥം. ന ഉൽപാദയേൽ യതിരതിം യതി ഇൻ കേസ് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഭക്തി ഉണ്ടായിട്ടില്ലെങ്കിൽ വെറുതെ നമ്മുടെ ആ പ്രവൃത്തി. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ജീവിച്ചു കുറേ കാലം, നമ്മൾ കുടുംബത്തിന് വേണ്ടി ഓടി ജോലി ചെയ്തു, റിട്ടയർമെൻറ്റ് വരെ വിചാരിക്കാം. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് നമുക്ക് ഈശ്വരപ്രേമം ഉണ്ടാവുണ്ടോ? ഈശ്വര കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടാവുണ്ടോ? ഈശ്വര കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുണ്ടോ? ഇല്ലെങ്കിൽ സംതിങ് റോങ്. ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ട, പ്രാക്ടിക്കൽ ലെവലിൽ പറയാം ഭാഗവതം. മനസ്സിലായില്ലേ? നമുക്ക് നമ്മുടെ വ്യവഹാരം, നമ്മുടെ എന്താ പറയുക, ഔദ്യോഗിക ജീവിതം നാം ആത്മാർത്ഥമായി ആ പ്രവൃത്തിയെ സ്നേഹിച്ചുകൊണ്ട് അർപ്പണബോധത്തോടുകൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വാർദ്ധക്യകാലത്ത് നമുക്ക് കൂടുതൽ ഈശ്വരനോടെടുക്കാൻ, ഈശ്വരപ്രേമം ഉണ്ടാവാൻ, ഈശ്വര കാര്യങ്ങൾ കേൾക്കാനും അറിയാനുള്ള താല്പര്യം സ്വാഭാവികമായിട്ടുണ്ടാവും. ഇല്ലെങ്കിലോ റിട്ടയർ ആവും. ഞാൻ അടുത്ത മാസം റിട്ടയർ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു പിന്നെ കുറച്ച് മിഷൻ പ്രവർത്തനങ്ങൾക്കൊക്കെ ആളെ കിട്ടുമെന്ന് വിചാരിച്ചു. പിന്നെ പറയാം ഞാൻ അവിടെ വേറൊരു പാർട്ട് ടൈം ജോലിക്ക് പോയി. അക്കാര്യം റിട്ടയർ ആയിട്ട് പിന്നെ ജോലിക്ക് പോവാ, ശരിയല്ലേ? റിട്ടയർ വരെ നിങ്ങൾ പോയി, ഇനി ഭഗവാനെ സേവിക്കണ്ടേ? പിന്നെയും ഇതൊക്കെ പുസ്തകമൊക്കെ മേടിച്ചിട്ടുണ്ട് വീട്ടില്, ഗീതയും ഭാഗവതൊക്കെ. ഇതെപ്പോഴും വായിക്കുക. നോക്കൂ, മനുഷ്യന്റെ ഒരു മനസ്സിൽ നോക്കൂ. അതാ എന്തുകൊണ്ട് അയാൾക്ക് അടങ്ങി നിന്ന് ഭാഗവതം വായിക്കാൻ പറ്റില്ല, അയാൾക്ക് അടങ്ങി നിന്ന് കുറച്ചു നേരം നാമം ജപിക്കാൻ പറ്റില്ല, അയാൾക്ക് ഭഗവത് കഥ കേൾക്കാൻ പറ്റില്ല. കാരണം അയാളുടെ മനസ്സ് ആ കർമ്മം വേണ്ട പോലെ ചെയ്യാത്തതുകൊണ്ട് അതിന് പാകപ്പെട്ടിട്ടില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത് കേൾക്കേണ്ടത് എപ്പോഴാണ്? ഇപ്പോൾ മനസ്സിലാവണില്ലേ? ഈ ഭാഗവതവും കുട്ടി കേൾക്കേണ്ടത് എപ്പോഴാ? പ്രഹ്ലാദം പറഞ്ഞ മാതിരി കൗമാര ആചരേ പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിക. കുട്ടിക്കാലത്ത് കേൾപ്പിച്ചു മക്കളെയും പേരമക്കളെയും വെച്ചാൽ അവരുടെ ലൈഫിലെങ്കിലും ഗുണമുണ്ടാവും. മനസ്സിലായില്ലേ? നമ്മളൊക്കെ റിട്ടയർ ആയിട്ടാണ് അധികം ആൾക്കാരും ഈ ഭാഗവതത്തിന് വരെ. പ്രത്യേകിച്ചും ഭാഗവതം എന്ന് പറഞ്ഞാൽ, സപ്താഹം എന്ന് പറഞ്ഞാൽ ആരുണ്ടാവും അവിടെ? മുത്തശ്ശന്മാരും. ന്യൂജൻ അവരൊക്കെ ഇതെന്തോന്നില്ല. ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു പുതിയ സൈക്കോളജിയാണത്. ഇന്നിപ്പോൾ ഭാഗവത ആചാര്യന്മാരുടെ ഇടയിൽ ഒരു ചർച്ചയപ്പത് ന്യൂ ജെന്നെ എങ്ങനെ അട്രാക്ട് ചെയ്യാം ഭാഗവതത്തിലേക്കെന്ന് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. രസമാണത്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട് ആചാര്യന്മാർ, ഭാഗവത ആചാര്യന്മാരുടെ. അപ്പം അതിൽ നല്ല രസമാണത്. യങ് ആചാര്യന്മാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ആധുനിക ശാസ്ത്രമായി ബന്ധപ്പെടുത്തി പറയുക, കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് പറയുക. അല്ലെങ്കിൽ പഴയ ആ രീതി ആയ പുതിയ തലമുറയെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ്. സത്യമല്ലേ? ആലോചിച്ച് നോക്കൂ. പുതിയ ആൾക്ക് പറ്റില്ല. നോക്കൂ, ഇതിങ്ങനെ നമ്മൾ പ്രാക്ടിക്കലായി ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രായോഗികമാണത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മം നന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഭാവനയിൽ മാറ്റം ഉണ്ടാവണം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തി വാസ്തവത്തിൽ വെറും പ്രവൃത്തിയല്ല, പൂജയാണ്, ഭഗവാന്റെ പൂജയാണ്, ഭഗവാന്റെ ആരാധനമാണ് എന്ന് തിരിച്ചറിവുണ്ടാവണം. അതിന് ഈ ഒരു അറിവുണ്ടാവണ്ടേ? അതെവിടുന്നാ ഉണ്ടാവുക? സത്സംഗം കൊണ്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കുട്ടിയിലെ മക്കളെയും പേരമക്കളെയൊക്കെ സത്സംഗത്തിന് കൊണ്ടുപോകണ ശീലം ഉണ്ടാവണം. മനസ്സിലായില്ലേ? അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം കൊടുക്കാവുന്നത്. സത്സംഗത്തിലൂടെ അവർക്ക് ഈ അറിവ് ചെറുതിലേ കിട്ടണം. അപ്പം ചുരുക്കം പറഞ്ഞത് ധർമ്മസ്വനുഷ്ഠിത പുംസാം, നല്ലോണം അനുഷ്ഠിച്ചു. അനുഷ്ഠിതം എന്നാണ് പറഞ്ഞത്. എന്നാൽ വേണ്ട പോലെ അനുഷ്ഠിച്ചു, തൻ്റെ പണികളൊക്കെ വല്ലോണം ചെയ്തു, കർത്തവ്യങ്ങൾ. കുട്ടികളെ പരിപാലിച്ചു, ജോലി പഠിപ്പിച്ചു, ജോലിയാക്കി, കല്യാണം കഴിച്ചു കൊടുത്തു. സുനിഷ്ഠിതം നല്ലോണം ചെയ്തു ഇല്ലേ? അവിടെ ഒന്നും യാതൊരു കുറവും വരുത്തിയില്ല അല്ലേ? എൻ്റെ സർവീസിൽ ഞാൻ നല്ലോണം സർവീസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ രംഗത്തും. പക്ഷേ അതിൻ്റെ ഫലം എന്താ? അതെല്ലാം വേണ്ട പോലെ ചെയ്തെങ്കിൽ ഭഗവാന്റെ കഥകളിൽ താല്പര്യം ഉണ്ടാവും, ഭഗവാനിൽ ഭക്തി ഉണ്ടാകും. അപ്പം ധർമാനുഷ്ഠാനത്തിൻ്റെ ഫലം മനഃശുദ്ധിയും തദ്വാര ഭഗവത് കഥാരഥിയും ആണെന്നാണ് ഈ ശ്ലോകത്തിൽ ചുരുക്കി പറഞ്ഞർത്ഥം. ഇനി അടുത്ത 2-3 ശ്ലോകം വളരെ വളരെ വിലപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. 2-3 ശ്ലോകമുള്ളെങ്കിലും വളരെ വളരെ ഗഹനമായതാണ്. എന്ത്? ധർമാർത്ഥ കാമമോക്ഷങ്ങളെക്കുറിച്ചിട്ടുള്ള സുന്ദരമായ പ്രതിപാദ്യത. എന്താണ് ഈ ധർമ്മം എന്ന പുരുഷാർത്ഥം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? പൊതുവെ നമ്മൾ ധരിച്ചിട്ടുള്ളത് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് പറയാം. ധർമ്മസ്യപവർഗസ്യം നാർത്ഥോർത്ഥായോപകൽപ്പതേ നാർത്ഥസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതഃ. ആചാര്യം പറയണു, ധർമ്മം എന്ന പുരുഷാർത്ഥത്തിൻ്റെ ഉദ്ദേശം
എന്താണ്? മോക്ഷമാണ് അത്രേ. ധർമ്മം അനുഷ്ഠിക്കാൻ പറഞ്ഞത് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്, അപവർഗത്തിന് വേണ്ടി. അപവർഗം എന്നുള്ളതിന് അർത്ഥം ഡയറക്റ്റ് മീനിങ് മോക്ഷം എന്നാണ്. നോക്കാം പിന്നെ. അല്ലാതെ അർത്ഥം ഉണ്ടാക്കലല്ല, പണം സമ്പാദിക്കലല്ല അർത്ഥം. ആ അർത്ഥം എന്ന പുരുഷാർത്ഥം എന്തിനാ പറഞ്ഞത്? ഏകാന്തസ്യ ധർമ്മസ്യ, ധർമാചരണത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ കാമത്തിന് വേണ്ടിയിട്ടല്ല, ഭോഗത്തിന് വേണ്ടിയിട്ടല്ല. കാമസ്യ ന ഇന്ദ്രിയപ്രീതി ലാഭോ ജീവേദയാവത ജീവസ്യ തത്വജിജ്ഞാസ നാർത്ഥോ യശ്ചേഹ കർമ്മഭി. 2 ശ്ലോകമേ ഉള്ളൂ. കാമം എന്ന പുരുഷാർത്ഥം കൊണ്ട് എന്താ പറഞ്ഞത്? ഇന്ദ്രിയ പ്രീതിയോ ലാളനമോ അല്ല, മറിച്ച് ജീവിക്കാൻ എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ഉപയോഗിച്ച് ശരീരത്തിനെ നിലനിർത്തി ധർമാചരണത്തിന് ശരീരത്തെ സുസ്ഥിരമാക്കി വെക്കലാണെന്നർത്ഥം. പൊതുവെ നമ്മുടെ ധാരണ എന്താ? ധർമ്മം എന്തിനാ ചെയ്യണത്? പണം ഉണ്ടാക്കാൻ. കുഴപ്പമില്ല. പണം എന്തിനാണ്? പണം ധർമാചരണത്തിനാണ്. അത് മറന്നു പോകണം. ധർമാചരണത്തിന് ധനം വേണം. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ദാനധർമ്മങ്ങൾ ചെയ്യാൻ, പുണ്യാചരണം ചെയ്യാൻ ഒക്കെ ധനം വേണ്ടേ? അത് അധർമ്മത്തിലൂടെ കൈക്കൂലി മേടിച്ചിട്ട് ദാനധർമ്മം ചെയ്താൽ കാര്യമില്ല. ന്യായമായ മാർഗത്തിലൂടെ, ധാർമ്മികമായ മാർഗത്തിലൂടെ അധ്വാനിച്ച് സമ്പാദിച്ച് അതിനെ ധാർമ്മിക കാര്യങ്ങൾക്ക് വിനിയോഗിക്കണം എന്നർത്ഥം. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ധരിച്ചത് പൊതുവേ, അല്ലേ? നമ്മൾ പണം എന്തിനാ ഉണ്ടാക്കണത്? കാരണം ആദ്യത്തെ ആഗ്രഹം സെക്യൂരിറ്റിയാണ്, സുരക്ഷയാണ് ആദ്യം ഒരാൾ ചിന്തിക്കുന്നത്. സുരക്ഷയെക്കുറിച്ച് എന്താ നമ്മൾ മാറി ചിന്തിച്ച് നോക്കൂ. പഠിക്കുക കൂട്ടാ, പഠിക്കുക. എന്താ ഈ കുട്ടികളെ ഇപ്പം അങ്ങനെ പഠിപ്പിക്കാൻ നമ്മൾ കാലശീലം കൂട്ടണത്? കുട്ടികൾ പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാറാവണ്ടേന്ന്, അല്ലേ? നല്ല ഉദ്യോഗം വേണ്ടേന്ന്. സുരക്ഷയല്ലേ, സെക്യൂരിറ്റി അല്ലേ നോക്കണേ? ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും നല്ല പഠിച്ചാലും നല്ല കല്യാണം കഴിക്കുള്ളൂ, അല്ലേ? കുട്ടിയുടെ സെക്യൂരിറ്റി, പെൺകുട്ടിയുടെ സെക്യൂരിറ്റി, ആൺകുട്ടിയുടെ സെക്യൂരിറ്റി, അല്ലേ? അവൻ നല്ല ശമ്പളം അയച്ചാൽ പിന്നെ അവനൊരു വീടൊക്കെ വെച്ചാൽ കല്യാണം കഴിച്ചാൽ അവൻ പിന്നെ നോക്കും, പിന്നെ എനിക്ക് അവനെ നോക്കട്ടല്ലോ, ശരിയല്ലേ? ഇതാണ്. അപ്പം സെക്യൂരിറ്റിയാണ്, സുരക്ഷയാണ് നമ്മൾ പ്രഥമവും പ്രധാനവുമായ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം എന്നർത്ഥം. ആ ശാസ്ത്രീയ ഭാഷയിൽ ഈ സുരക്ഷയ്ക്കാണ് അർത്ഥം എന്ന പുരുഷാർത്ഥം എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ എവിടെയെങ്കിലും പോവുക, നമ്മൾ എവിടെയെങ്കിലും പോകും, നമ്മൾ എവിടെയെങ്കിലും തീർത്ഥാടനം പോകണമെങ്കിൽ ഉടനെ എന്താ ചെയ്യുക? താമസിക്കുക. എവിടെ താമസിക്കാൻ പറ്റുക? നല്ല താമസിക്കാനുള്ള സൗകര്യം എവിടെയുള്ളത്? ഈവൻ ഗുരുവായൂർ പോകണമെങ്കിൽ പോലും തീർത്ഥയാത്രയിലൊക്കെ നിങ്ങൾ വരുമ്പോൾ കണ്ടിട്ടില്ലേ? അക്കോമഡേഷൻ, നല്ല അക്കോമഡേഷൻ വേണം, ശരിയല്ലേ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബാഗ് ഇറക്കി കഴിഞ്ഞാൽ ഉടനെ എന്താ റൂം റൂം കാണട്ടെ, തിരക്ക് റൂം കാണാനാണ്, അല്ലേ? ഷാപ്പാടിനേക്കാളും എന്താണ് റൂം പറ്റിയില്ലയോ അപ്പം ഒന്ന് കംപ്ലൈൻറ്റ് സമയത്ത്, അല്ലേ? അതേച്ച് നോക്കൂ. ട്രെയിനിൽ കയറിയാൽ അതുവരെ കാത്തു നോക്കൂ. 2 മണിക്കൂർ 3 മണിക്കൂർ ലേറ്റ് ആയാലും വിരോധമില്ല. പേരക്കുട്ടികളും മക്കളും ഒക്കെ കൂടി റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടന്നു. ട്രെയിൻ വന്നാൽ ഇടിച്ച് കയറി, ഇറങ്ങാൻ ആൾക്കാരെ സമ്മതിക്കാതെ ഇടിച്ച് കയറി. എന്താ ഇവിടെ? എൻ്റെ സീറ്റ് എവിടെ? ആ സീറ്റിൽ ആരെങ്കിലും വന്ന് ഇരിക്കണമെങ്കിൽ അവനെ എണീപ്പിച്ച് വിട്ട് അവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് അവിടെ ഇരുന്ന അപ്പം ആരെങ്കിലും ചായ കൊണ്ടുവന്നാൽ ആരെങ്കിലും ചായ കുടിക്കാൻ മേടിക്കുമോ? ചായ കുടിയോ? ഇല്ല. അപ്പോൾ ഇപ്പം സുരക്ഷയുടെ എവിടെ? ഒരു ദിവസത്തെ യാത്ര ഉണ്ടാവുള്ളൂ, പക്ഷേ എങ്കിലും സെക്യൂരിറ്റി. എൻ്റെ സീറ്റ് ഉറപ്പായ അവിടെയൊക്കെ വെച്ച് സമാധാനമായി. എന്നിട്ട് പിന്നെ തിന്നലും കുടിക്കലൊക്കെ തുടങ്ങും, ശരിയല്ലേ? നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ചെയ്യണമല്ലേ? അപ്പോൾ സെക്യൂരിറ്റി, സുരക്ഷയാണ് ആദ്യം, അതിന് പണം, അല്ലേ? അത് കഴിഞ്ഞാലോ? സുരക്ഷയായി കഴിഞ്ഞാൽ പിന്നെ കാമം, ഭോഗേച്ഛ, ഭോഗങ്ങൾ അനുഭവിക്കണം, ആഗ്രഹമായി നത്തം. അപ്പോൾ അർത്ഥം നിറവേറ്റി, അർത്ഥം കൊണ്ട് നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പായി. പണം ഉണ്ടാക്കി. പണം എന്തിനു വേണ്ടിയിട്ടാ? ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സാധാരണ ആൾക്കാരുടെ ചിന്തയാണ് ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, കാമത്തിന് വേണ്ടിയിട്ടാണ് അർത്ഥം ഉണ്ടാക്കുന്നത്. അർത്ഥം അപ്പം അർത്ഥകാമങ്ങൾ നമ്മുടെ ഉള്ളിൽ ശക്തമായി പ്രബലമായി നിന്നാൽ പിന്നെ അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതം ഈ പണം ഉണ്ടാക്കാനും ഭോഗങ്ങൾക്കും വേണ്ടി മാത്രമായിട്ട് പോകും. അപ്പം അതിനെ നിയന്ത്രിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ധർമ്മം. അതിനാണ് ധർമ്മം നിലകൊള്ളുന്നത് എന്നർത്ഥം. അതുകൊണ്ടാണ് ധർമാർത്ഥ കാമ മോക്ഷം നാം ഒരു കടലാസിൽ എഴുതി നോക്കൂ. ധർമ്മ അർത്ഥ കാമ മോക്ഷ. അർത്ഥത്തെയും കാമത്തെയും കൊണ്ടുവച്ചേക്കണം എവിടെയാ? നല്ല രസമാണത്,
ചോദിക്കുന്നുണ്ട്. ധർമ്മം അർത്ഥം കാമം മോക്ഷം എഴുതി. ഇപ്പുറത്ത് കൺട്രോൾ ചെയ്യാൻ ധർമ്മം, ഇപ്പുറത്ത് മോക്ഷം. ധർമ്മ മോക്ഷങ്ങളുടെ ഇടയിലാണ് ഈ അർത്ഥകാമങ്ങളെ വെച്ചിരിക്കുന്നത്. എന്താർത്ഥം? ഈ പുഴയില്ലേ, പുഴയ്ക്ക് ആഴമുണ്ടെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഭാരതപ്പുഴ വരെയാവും അല്ലേ? വേനൽക്കാലാകുമ്പോൾ ഒക്കെ പറ്റിപ്പോയി, വർഷക്കാലത്തോ വെള്ളപ്പൊക്കമായി. എന്താ കാരണം? പുഴയ്ക്ക് ആഴം എപ്പോഴാണ് ഉണ്ടാവുക? കരകൾ നല്ല സ്ട്രോങ് ആവണം. ശരിയോ? പുഴയുടെ ഇരു കരകളും വളരെ ശക്തമായ സ്ഥലത്ത് പുഴയ്ക്ക് ആഴുണ്ടാവും, അല്ലാത്തടത്ത് ആഴുണ്ടാവില്ല. അപ്പോൾ അർത്ഥകാമങ്ങൾ പുഴയുടെ വെള്ളക്കൂലം കുത്തിയിട്ട് ഒഴുക്ക് പോലെ ഒഴുക്കണേ. പണമുണ്ടാക്കണം, ഭോഗാനുഭവിക്കണം. ഈ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ ശക്തമായ രണ്ട് കരകൾ വേണ്ടേ? അതാണ് ഒരിടത്ത് ഒന്ന് ധർമ്മവും ഒന്ന് മോക്ഷവും അർത്ഥം. അപ്പോൾ ലക്ഷ്യം മോക്ഷാവണം, മാർഗം ധർമ്മവും. അപ്പോളേ ധർമ്മത്തിൽ ഊന്നിക്കൊണ്ടുള്ള അർത്ഥസമ്പാദനം, ധർമ്മത്തിൽ ഊന്നിക്കൊണ്ടുള്ളതായ ഭോഗങ്ങൾ, അങ്ങനെയായാൽ മാത്രമേ കാലം കൊണ്ട് മനസ്സ് പാകപ്പെട്ടിട്ട് ഈ മോക്ഷത്തിലേക്ക് മനസ്സ് പോകുള്ളൂ. അതാണ് അതിൻ്റെ പോയിൻ്റ് എന്നർത്ഥം. അപ്പം രാഷ്ട്രത്തിന്, എല്ലാ രാഷ്ട്രങ്ങൾക്കും ഉണ്ട്, രാഷ്ട്രത്തിന് ഭരണഘടന ഉണ്ടാവും ഇല്ലേ? ഭരണഘടനയിലൂടെ ആൾക്കാരെ നിയന്ത്രിക്കുന്നത്. ഇതുമാതിരി ഈ ജീവനെ ഈ അർത്ഥകാമങ്ങൾക്ക് അടിമപ്പെട്ട് നശിക്കാതെ അവനെ നിയന്ത്രിക്കാനുള്ള നിയമത്തിലെ ശാസ്ത്രങ്ങളിൽ ധർമ്മം എന്ന് പറയണം. റോഡിൽ നമുക്ക് വാഹനം മേടിച്ചു 15 കൊല്ലത്തെ ടാക്സും കൊടുത്തു എന്ന് പറഞ്ഞിട്ട് തോന്നിമാതിരി ഓടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. റോഡ് നിയമങ്ങൾ പാലിക്കണം. പാലിച്ചില്ലെങ്കിലോ ഇപ്പൊ ഒക്കെ പോലീസ് ഒന്നുമില്ല, ഇപ്പൊ ബില്ല് വീട്ടിൽ വരും അല്ലേ? ഓൺലൈനാണ്. എന്ന് ഭാവിക്കാണ്ട് പോയാലും ആക്സിഡന്റ് ഉണ്ടാവും. അപ്പം എല്ലായിടത്തും ഉണ്ട് നിയമങ്ങൾ നടത്താം. ശരിയല്ലേ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ശരിയല്ലേ? അപ്പം ഇതില്ലെങ്കിൽ എന്താ നമുക്കറിയാലോ, സ്വാതന്ത്ര്യം ശരിക്കും ഹനിക്കപ്പെടും. സ്വാതന്ത്ര്യം ശരിയാവണ്ണം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ട പോലെ നിയന്ത്രണങ്ങൾ ഉണ്ടാവണം എന്നർത്ഥം. ഗുരുദേവൻ അതുകൊണ്ട് പറയും, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തോന്നിയത് ചെയ്യാനല്ല സ്വാതന്ത്ര്യം, തോന്നിയ പോലെ ചെയ്യാണ്ടിരിക്കലാണ് സ്വാതന്ത്ര്യത്തെ. നമ്മുടെ വിചാരം എന്താ? സ്വാതന്ത്ര്യം എനിക്ക് എന്ത് വേണേൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലേ? ഇപ്പം എന്താ? അതാണ് നമുക്ക് പറ്റിയത്. ഭാരതത്തിൽ പറ്റിയ സ്വാതന്ത്ര്യത്തിൻ്റെ എന്താ? നമുക്ക് തോന്നിയത് എവിടെ കാണുന്നത് എന്താ? രാഷ്ട്രത്തിന് നന്മ വേണോ, ജനങ്ങൾക്ക് ഗുണമുണ്ടോ, അതോ ചില ആൾക്കാരെ പോക്കറ്റ് വീർപ്പിക്കലാണോ? അതൊന്നും നോക്കലില്ല. ഒന്നും അറിയാണ്ട് വെറുതെ സമരം. രാഷ്ട്ര പുരോഗതിക്ക് ഉതകുന്ന ഒന്നും പറ്റില്ല ഇവിടെ. ശരിയല്ലേ? ആ സ്വാതന്ത്ര്യം ഇവിടെ വാസ്തവത്തിൽ ശരിക്കും പറഞ്ഞാൽ ദുരുപയോഗം ചെയ്യാം. ഇതാണ് എല്ലായിടത്തും. നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ് അർത്ഥം. അർത്ഥകാമങ്ങളാണോ നമ്മളെ നയിക്കുന്നത്? നോക്കൂ, ജീവിതം നിങ്ങൾ മൊത്തത്തിൽ നോക്കിയിട്ടുണ്ടോ? ഒരു വ്യക്തിയുടെ ജീവിതം എടുത്ത് നോക്കൂ, ഒരു സമൂഹത്തിൻ്റെ ജീവിതം എടുത്ത് നോക്കൂ, ഒരു തലമുറയുടെ ജീവിതം എടുത്ത് നോക്കൂ, ഒരു ദേശത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒക്കെ ജീവിതം എടുത്ത് നോക്കൂ. ലക്ഷ്യം കാമമാണെങ്കിൽ അവർ ഇമ്പോർട്ടൻസ് ജീവിതത്തിൽ പ്രയോറിറ്റി കൊടുക്കുക പണത്തിന്, അർത്ഥത്തിന്. ഏനകേന പ്രകാരേണ ധനം സമ്പാദയെന്ന നോക്കിക്കോളൂ. ഇൻഡിവിജ്വലിൻ്റെ എടുത്ത് നോക്കിക്കോളൂ. ഭോഗങ്ങളാണ്. എന്ത്? നല്ല വീടുണ്ടാക്കണം, മറ്റുള്ള കാറ് മേടിക്കണം, അങ്ങനെ ഭാര്യയ്ക്ക് പണ്ടുണ്ടാക്കി കൊടുക്കണം, മറ്റേ സൗകര്യങ്ങൾ ഉണ്ടാക്കണം, അത് വേണം ഇത് വേണം, ഒരുപാട് വേണം. എനിക്ക് അത്ര ശമ്പളം കിട്ടില്ല, എന്ത് ചെയ്യും? അപ്പം കറപ്ഷൻ. ഇന്നെന്താ ഇങ്ങനെ കറപ്ഷൻ ഇത്ര കൂടുന്നത്? അവരുടെ ലക്ഷ്യം കാമമാണ്. അപ്പോൾ അവരെ ഇമ്പോർട്ടൻസ് ധർമ്മത്തിന് കൊടുക്കുമോ? അർത്ഥത്തിനേ കൊടുക്കൂ. മനസ്സിലായോ? ലക്ഷ്യം മോക്ഷമായ മാത്രമേ ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കൂ, പ്രയോറിറ്റി കൊടുക്കൂ. ഇതൊക്കെ ഈ ശ്ലോകത്തിൽ നിന്ന് വായിച്ചെടുക്കണം നമ്മൾ. അതുകൊണ്ടാണ് ശ്ലോകത്തിൽ പറഞ്ഞത് ധർമ്മസ്യ ഹി അപവർഗസ്യ, ധർമ്മസ്യ ലക്ഷ്യം അപവർഗമാണെന്ന്. ഹി തീർച്ചയായിട്ടും ധർമ്മത്തിൻ്റെ ലക്ഷ്യമാകുന്ന അപവർഗത്തിനെ മറന്നുകൊണ്ട് അവരെന്ത് ചെയ്യണു? ഭർത്തം ഉണ്ടാക്കാൻ പോണു. ധർമ്മത്തിൻ്റെ ലക്ഷ്യം എന്താ? മോക്ഷം. മോക്ഷത്തിന് വേണ്ടി ധർമ്മം വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കണില്ലെങ്കിൽ പുഴ വെള്ളപ്പൊക്കം കൊണ്ട് നാട്ടുകാർക്കൊക്കെ ഉപദ്രവം ഉണ്ടാക്കണ മാതിരി നമ്മുടെ അർത്ഥകാമങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ളതായ ഒഴുക്കിൽ വ്യക്തിയുടെ ജീവിതം നശിക്കും, സമാജത്തിന് കുഴപ്പമുണ്ടാവും. ശരിയല്ലേ? അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടി കണ്ണും കാണും കാതും ഇല്ലാതെ പുറപ്പെട്ട ദുര്യോധൻ്റെ കഥ നമ്മൾ കേട്ടില്ലേ? ശരിയല്ലേ ഇത്? ആ കാമത്തിൻ്റെ പുറകെ അമിതമായ ആസക്തി പോയ രാവണൻ്റെ കഥ കണ്ടില്ലേ? രാവണൻ്റെ അന്തഃപുരത്തിൽ എത്ര സ്വന്തം മണ്ടോതിരി പറയണ്ടല്ലേ? എല്ലാ വർഗത്തിലുള്ള എല്ലാ സുന്ദരിമാരും ഉണ്ടായിട്ടും ആ രാവണന് അത് നിയന്ത്രിക്കാൻ പറ്റിയില്ല. അപ്പം ആലോചിച്ച് നോക്കൂ, നമ്മുടെ സ്ഥിതിയാണ് പറഞ്ഞത്. രാവണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ, ദുര്യോധൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ, നമ്മുടെ തന്നെ മനഃശാസ്ത്രമാണ് അവിടെ പറയണത്. ശരിയല്ലേ? അപ്പോൾ അതിനെ നിയമനം ചെയ്യാൻ ധർമ്മം വേണമെന്നർത്ഥം. അപ്പം ധർമ്മം മുഖേന അർത്ഥം സമ്പാദിക്കണം. ഇങ്ങനെയുള്ള 4 പുരുഷാർത്ഥങ്ങൾ. അപ്പം ധർമാർത്ഥ കാമ മോക്ഷങ്ങളുടെ യഥാർത്ഥ പ്രയോജനം ആണ് ഇവിടെ പറയണത്.
സാധാരണ ആൾക്കാരുടെ വിചാരം എന്താ? ധാരാളം പണം ഉണ്ടാക്കണം, സമ്പാദിക്കണം, എന്നിട്ടോ ഒരുപാട് വസ്തുവകകൾ, അത് വാങ്ങണം, വീട്ടിൽ അത് മേടിക്കണം, ഇത് മേടിക്കണം, അല്ലേ? അതൊക്കെ സാധിക്കണം, ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം, മോഹങ്ങൾ, കൊതികൾ അതൊക്കെ തീർക്കാൻ. അപ്പോൾ ജനങ്ങൾ സാധാരണ ആളുകൾ ഈ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കണം എന്താ? ഭോഗമാണ് എന്നർത്ഥം, അല്ലേ? ധർമ്മമല്ല. അതിൽ നിന്ന് എങ്ങനത്തെ ധർമ്മകാര്യങ്ങൾ കൊടുക്കേണ്ടി വന്നു വെച്ചാലോ സങ്കടമായി, വിഷമായി. ഭോഗങ്ങൾക്ക് ചിലവാക്കാൻ നമുക്ക് മടിയില്ല കേട്ടോ, ശരിയല്ലേ? പോയി ഡ്രസ്സ് എടുത്തു, അല്ലെങ്കിൽ അതെടുത്തു ഇതെടുത്തു, കടയിൽ പോയിട്ട് സാപ്പാട് ഹോട്ടലിൽ പോയിട്ട് 500-1000 രൂപയൊക്കെ ചിലവാക്കാൻ മടിയില്ല. എന്നാലോ ദൈവിക കാര്യങ്ങൾക്ക്, ധാർമ്മിക കാര്യങ്ങൾക്ക്, ഒരു പാവത്തിന് എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ 1000 രൂപ കൊടുക്കാൻ എന്തിനു മടിയാണ് നമുക്ക്? നോക്കിയിട്ട് നമ്മുടെ മനസ്ഥിതി സ്വയം ചിന്തിച്ചു നോക്കൂ. ധർമ്മത്തിനാണ് പണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു പോകണു. അർത്ഥത്തിൻ്റെ പ്രയോജനം ധർമ്മപാലനമാണെന്നാണ്, ധർമാനുഷ്ഠാനമാണെന്നാണ് ഭാഗവതം പറയുന്നത്. ഭാഗവതം മാത്രമല്ല, നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് അർത്ഥം. അപ്പം എനിക്ക് ധർമ്മം ചെയ്യാൻ സാധിക്കുമാറാകട്ടെ, എനിക്ക് ധാരാളം ദാനം ചെയ്യാൻ പറ്റട്ടെ, എനിക്ക് ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാവട്ടെ എന്നാവണം ഈ ലക്ഷ്യം. ഒരു പുണ്യം അഹോരാത്രം എന്നാണ് പറഞ്ഞത്. അഹോരാത്രം പുണ്യം ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം ധനം കൊണ്ട് നേടേണ്ടത് ഈ വക കാര്യങ്ങളാണ് എന്ന വിചാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അർത്ഥം. അപ്പം അർത്ഥം ധർമ്മത്തിലൂടെ സമ്പാദിക്കാം. ആ സമ്പാദിച്ച അർത്ഥം എന്തിനു വേണ്ടി? ധർമ്മത്തിന് വേണ്ടി. നോക്കൂ, നമുക്ക് പറ്റിയ ഫസ്റ്റ് മിസ്റ്റേക്കിനെ കറക്റ്റ് ചെയ്യാം അവിടെ, ശരിയല്ലേ? ആദ്യത്തെ തെറ്റ് ധർമ്മം എന്തിനാ? അർത്ഥം, പണം ഉണ്ടാക്കാൻ. പണം എന്തിനാ? കാമത്തിന്, ഭോഗത്തിന് വേണ്ടിയിട്ട് അല്ല. ധർമ്മത്തിൽ ധാർമ്മികമായി പണം ഉണ്ടാക്കണം. ആ പണം അപകടമില്ല. അല്ലെങ്കിലോ അർത്ഥം അനർത്ഥം എന്നാണ് പറയുന്നത്. ഏതർത്ഥം അനർത്ഥമാവുന്നത്? എല്ലാ അർത്ഥം അനർത്ഥമല്ല. ധർമ്മം ചെയ്യാത്തവൻ്റെ, പുണ്യകാര്യങ്ങൾ ചെയ്യാത്ത വ്യക്തിയുടെ ആയാലും സ്ഥാപനത്തിൻ്റെ ആയാലും അർത്ഥം അനർത്ഥത്തിന് കാരണമാവുള്ളൂ. നിങ്ങൾ എവിടെ എടുത്തു നോക്കിക്കോളും, അതേതെങ്കിലും വഴിക്ക് നശിച്ചു പോകും, ഒറ്റയടിക്ക് പോകും. കുറേശ്ശെ ധർമ്മം ചെയ്തുകൊണ്ടിരിക്കണം, ചെയ്യേണ്ടെന്നാൽ ഒറ്റയടിക്കത് വേറെ വഴിക്ക് പോകും. ദൈവം വഴി കാണിക്കും, പ്രകൃതി വഴി കാണിക്കും. അപ്പോൾ ധർമ്മമില്ലാത്തയിടത്ത് അർത്ഥം അനർത്ഥത്തിന് കാരണമാവും. അച്ഛനമ്മമാർ ഫലം ഒരുപാട് ഉണ്ടാക്കിയിട്ട് മക്കളെ വല്ലാണ്ട് ലാലിച്ചിരുന്നു, അവർ കെടുവെന്ന് തോണു, അത് തിരിഞ്ഞു നോക്കാണ്ടിരിക്കണു, ശരിയല്ലേ? ധാർമ്മിക കാര്യങ്ങൾക്ക് പോലും ചിലവാക്കാണ്ട് പിള്ളേരെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് വേണ്ടി ചിലവാക്കിയില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ അർത്ഥം ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ധർമ്മം എന്തിനു വേണ്ടിയിട്ടാ? ധർമ്മം മോക്ഷത്തിന് വേണ്ടിയിട്ട്. അയ്യോ, അപ്പോ കാമമോ? കാമസ്യ ന ഇന്ദ്രിയപ്രീതി. നോക്കൂ, കാമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ലാളിച്ചുകൊണ്ടുള്ള ജീവിതം, അല്ലേ? ഭോഗജീവിതം. കണ്ണുകൊണ്ട് നല്ല രൂപങ്ങൾ കാണുക, തൊക്ക് കൊണ്ട് നല്ല സ്പർശസുഖങ്ങൾ അനുഭവിക്കുക, നാവ് കൊണ്ട് നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിക്കുക, അല്ലേ? ഇങ്ങനെ ഇതല്ല എന്നാ പറഞ്ഞത്. ഇന്ദ്രിയ ലാളനമല്ല. പിന്നെയോ ലാഭോ ജീവേത യാവത. ഈ ശാരീരികം ധർമ്മം അനുഷ്ഠിക്കണേ ശരീരം വേണ്ടേ? ശരീരം ആദ്യം ഖലു ധർമ്മസാധനം എന്നാണ് പറയുന്നത്. ധർമ്മം അനുഷ്ഠിക്കാനുള്ള സാധനമാണ്, ഉപകരണമാണ് ശരീരം. ആ ശരീരം അരോഗ ദൃഢഗാത്രമായി വെക്കണമല്ലോ. ആ ശരീരത്തിന് നിലനിൽപ്പ് വേണ്ടേ? ആ ശരീരം ആരോഗ്യത്തോടെ നിലനിർത്താൻ ആവശ്യമുള്ളത്ര വിഷയങ്ങളെ അനുഭവിക്കാൻ പാടുള്ളൂ. നമുക്ക് ഭൗതികവാദികൾക്കിടെ എന്താ പറയുക, ചിന്തയ്ക്ക് നേരെ ഘടകവിരുദ്ധം. അത് അവർക്ക് മനസ്സിലാവണില്ല. അത് ഭൗതികവാദികൾ എന്താ വിചാരിക്കുന്നത്? കടം മേടിച്ചിട്ടായാലും വിരോധമില്ല, ലോൺ എടുത്തിട്ടായാലും വിരോധമില്ല, നല്ലോണം അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്നാണ്. ഋണം കൃത്വ കൃതം പിപേതെന്നാണ്. ലോൺ എടുത്തിട്ടായാലും വിരോധമില്ല, നല്ലോണം നല്ല സുഖജീവിതം നയിക്കണം. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ ശ്രേയസ്, ഭാഗവതം എല്ലാ വിവേകികളോടാണ് പറയണത്, അല്ലേ? തൻ്റെ ഉന്നതി, തൻ്റെ ആത്മോന്നതി, തൻ്റെ ശ്രേയസിനെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ധർമാർത്ഥ കാമമോക്ഷങ്ങളുടെ ആന്തരാർത്ഥം ഭാഗവതത്തിൽ ഇവിടെ ശുഖമഹർഷി പറഞ്ഞു തരണ പോലെ നാം മനസ്സിലാക്കണം. അപ്പോൾ നാം ആർജിക്കുന്ന ധനം ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയാണ്, ധർമ്മം ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്, മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. കാമം ശരീരത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വിഷയഭോഗങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ചോദിക്കും, അങ്ങനെ ഒരാൾ എന്തിനാ ജീവിക്കണമെന്നാ? ഒരാൾ ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടോ ആ പണത്തുണ്ടാക്കാനുള്ള ഓട്ടത്തിൽ അയാൾക്ക് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും കൊണ്ട് കുറേ പ്രായമായി, പണം ഉണ്ടാക്കി ഒരു നിലയിലായപ്പോൾ ഇയാളും ഒരു നിലയിലായി. ഒന്നും കഴിക്കാൻ വയ്യ,
കൊളസ്ട്രോള്, അല്ലേ, BP, ഷുഗർ എന്ന് വേണ്ട എല്ലാം. ഉപ്പുള്ളൊന്നും കഴിക്കാൻ പാടില്ല, വറുത്തതും പൊരിച്ചും കഴിക്കാൻ പാടില്ല. ഇയാൾക്കാണെങ്കിൽ ഇതൊക്കെ കഴിക്കാനും ഇഷ്ടം. മുളക് കൂട്ടിക്കൂടാ, ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഷുഗർ കൂട്ടിക്കൂടാ, പഞ്ചസാരയിട്ട് ഒന്നും കഴിക്കാൻ പാടില്ല, സ്വീറ്റൊന്നും കഴിക്കാൻ പാടില്ല. എന്നാൽ പിന്നെ കറമുറ എന്തെങ്കിലും കഴിക്കാൻ വെച്ചാൽ അത് പാടില്ല. എന്നാൽ വല്ല അച്ചാറും ഇതൊക്കെ കൂട്ടി വല്ല കഴിക്കാൻ വെച്ചാൽ തൊടാൻ പാടില്ല മുളക്. പിന്നെ എന്താ ജീവിക്കണം ഇങ്ങനെ? ആലോചിച്ച് നോക്കുക. അങ്ങനെ മനുഷ്യൻ തോന്നുന്നു ശരിക്കും. ഞാൻ അത്രയൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കൊന്നും അനുഭവിക്കാൻ പറ്റില്ലെങ്കിൽ സത്യത്തിൽ പലരുടെയും ജീവിതം എങ്ങനെയല്ലേ ആവണത്? ചിന്തിച്ചു നോക്കൂ. എന്തായാലും അങ്ങനെ വരാൻ കാരണം ലക്ഷ്യം മറന്നുപോയത് കൊണ്ടാണ് അർത്ഥം. അപ്പം ഇന്ദ്രിയ തൃപ്തിയല്ല ജീവിത ലക്ഷ്യം. ജീവിതത്തിൻ്റെ ലക്ഷ്യമുണ്ടാ, ജീവിക്കാനൊരു ലക്ഷ്യമുണ്ട്. ജീവസ്യ തത്വജിജ്ഞാസ. നോക്കൂ, എന്തിനാണ് അങ്ങനെ ജീവിക്കണത്? ധാർമ്മികമായി പണം ഉണ്ടാക്കുക, അത് പുണ്യകർമ്മങ്ങൾക്കും ധാർമ്മിക കാര്യങ്ങൾക്കും ചെലവഴിക്കുക, ശരീരം നിലനിർത്താൻ വേണ്ടി മാത്രം ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള കാമത്തെ അനുഭവിക്കുക. അങ്ങനെ ജീവിച്ചാൽ എന്ത് ഗുണം? അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് സത്യം സാക്ഷാത്കരിക്കാനുള്ള ആഗ്രഹമുണ്ടാവും. തത്വജിജ്ഞാസ, ജീവസ്യ തത്വജിജ്ഞാസ നാർത്ഥോ യശ്ചേഹ കർമ്മഭിഹി. തത്വജിജ്ഞാസയാണ് ജീവിത ലക്ഷ്യം. മനുഷ്യജന്മം കൊണ്ട് നേടാവുന്ന ഏറ്റവും വലിയ കാര്യം തത്വം ഗ്രഹിക്കുക, സത്യസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം. മറ്റൊരു ജന്മത്തിനും സാധിക്കാത്ത കാര്യമാണ് അർത്ഥം. നോക്കൂ, അർത്ഥശൂന്യമാകുമോരോ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് വ്യർത്ഥമായി സംസാരത്തിൽ അലയുന്നു നീ. ഒരു മഹാത്മാവ് പറയുക, അർത്ഥശൂന്യമായ ഓരോരോ കർമ്മങ്ങൾ ചെയ്ത് ജീവിതകാലം മുഴുവൻ നീ വ്യർത്ഥമാക്കി കളഞ്ഞു. അങ്ങനെ കളയരുതെന്നർത്ഥം. നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും സാർത്ഥകമാവുന്നത് ഈശ്വരപ്രേമം ഉണ്ടാകുമ്പോഴാണ്, ഈശ്വരഭക്തി ഉണ്ടാകുമ്പോഴാണ്, മനസ്സ് ഭഗവത് സ്വരൂപത്തിൽ ഉറച്ച് ആ ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാകുമ്പോഴാണ്, സംസാരമോചനം നേടാൻ സാധിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ജീവിക്കണേൻ്റെ ലക്ഷ്യം തത്വജിജ്ഞാസയാണ്. അപ്പോൾ മനുഷ്യജന്മം മറ്റു ചില ജന്മത്തേക്കാൾ വിശേഷപ്പെട്ടതാണ്. ഒരിക്കൽ ഒരാൾ ഒരു മുറുക്ക് ശീലമായ ഒരാൾ, മുറുക്കൽ വലിയ വെറ്റില ഒക്കെ മുറുക്കണം, പാക്ക്. നമുക്ക് തോന്നുമ്പോൾ ഈ വെറ്റില അടക്കി മുറുക്കൽ എന്താണുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാണ്ടാണ്. ഓരോരുത്ത് പോയി കഴിഞ്ഞാൽ ഈ പാക്കിന് ഈ ഇതില്ലേ മുറുക്കാൻ എന്താ വില? 1000-2000 രൂപയ്ക്ക് ഒരു മുറുക്കാൻ വിലയുണ്ട്. നമുക്ക് ആശ്ചര്യം തോന്നും. ഓരോ സ്ഥലത്തിൻ്റെ നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ പോയാൽ കാണാം, ഇല്ലേ, വലിയ വലിയ ധനികന്മാർ മുറുക്കാൻ എത്ര വില? കോടീശ്വരന്മാരുടെയൊക്കെ എത്ര ആയിരങ്ങളാണ്. നമുക്ക് ഒരു മുറുക്കാനോ ഇവിടെ ഒരു 10 രൂപയുടെ ഏറ്റവും മേടിച്ചാൽ നമുക്ക് ഒരാഴ്ച മുറുക്കാന്ന് പറയും നമ്മളല്ലേ. അങ്ങനെയല്ല. അപ്പോൾ അയാളുടെ ഫ്രണ്ട് ചോദിച്ചു, എടോ താനിതിങ്ങനെ എത്രയോ ഈ ഇങ്ങനെ പുല്ലും ഇലയൊക്കെ ചവച്ച് തിന്നല്ലേ മൃഗജന്മത്തിലൊക്കെ, ഇതൊക്കെ എത്രയായി, കുറച്ച് കാലമായി ചവയ്ക്കാൻ തുടങ്ങിയിട്ട്. പറഞ്ഞു, എടോ അന്നൊക്കെ മസാല ഇതൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുമോ? മൃഗജന്മത്തിൽ വെറുതെ കണ്ട ഇലയൊക്കെ തന്നെയാണ് അല്ലേ. ഇവിടുത്തെ മാതിരി ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. നോക്കൂ, ആലോചിച്ച് നോക്കൂ. മനുഷ്യജീവിതം എന്തിനു വേണ്ടി? മനുഷ്യജീവിതത്തിൻ്റെ മഹത്വം എന്താ? മനുഷ്യജീവിതത്തിൽ മാത്രമേ സത്യം സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. അതിന് പറ്റിയ ജന്മം മനുഷ്യജന്മമാണ്. അതാ ഉപനിഷത്ത് പറയണു, ഇഹജേതവേരേ അത് സത്യമസ്തി എന്നും. ഈ മനുഷ്യജന്മം ഈശ്വരപ്രാപ്തിക്ക് പറ്റിയ ശരീരമാണ്. എല്ലാ ശരീരങ്ങളെയും സൃഷ്ടിച്ചു ബ്രഹ്മാവ്. എന്നിട്ട് ബ്രഹ്മാവിന് സന്തോഷമായില്ല ഇത്രേ. അവസാനം മനുഷ്യൻ സൃഷ്ടിച്ചു എന്നാണ്. ബ്രഹ്മാവലോക തൃഷണം മുതം ആപ ദേവ എന്നാണ്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് അവൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ സാക്ഷാത്കരിച്ച് ജീവിതം സഫലമാക്കാനുള്ള കഴിവുണ്ട് കൃതാർത്ഥനായത്. അതുകൊണ്ട് ഇവിടെ വച്ച് ഈ സത്യം സാക്ഷാത്കരിച്ചാൽ ജീവിതം ധന്യമായി. ഇല്ലെങ്കിലോ ഇഹജേത് ന അവേദീത് മഹതീ വിനഷ്ടി, ഇല്ലെങ്കിൽ വലിയ നഷ്ടമാകുന്നർത്ഥം. അപ്പം ചുരുക്കത്തിൽ മനുഷ്യജന്മത്തിൽ മാത്രമേ നമുക്ക് സത്യം സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ. അത് സാധിച്ചാൽ ജീവിതം സഫലമായി. ആ സത്യ സാക്ഷാത്കാരമാണ് ജീവിത ലക്ഷ്യം. അതാണ് ജീവസ്യ, ജീവിക്കണേൻ്റെ താല്പര്യം, ജീവിക്കണേൻ്റെ ഉദ്ദേശം. എന്ത്? തത്വജിജ്ഞാസ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം. ഇനി വീണ്ടും ഈ ഓരോ ശ്ലോകങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യണം. നമ്മൾക്ക് കുറേ വയസ്സായി, 90 വയസ്സായി, മരിക്കണില്ല. 90 വയസ്സും 100 വയസ്സായ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ വയസ്സിലും തത്വജിജ്ഞാസ ഇല്ലാത്തവരുണ്ടല്ലോ. വയസ്സ് അത്ര ആയിക്കോട്ടെ, പിന്നെയും ലൗകിക വസ്തുക്കളോട് ആസക്തി മുഴുത്തു വരില്ലാണ്ട് ഭഗവാനോട് ആസക്തി വരിക, ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗം ഒക്കെ ഉണ്ടാക്കി, എല്ലാം ഇഷ്ടം പോലെ ഉണ്ടാക്കി. എന്നിട്ട് എന്താ അവർ പറഞ്ഞത്? പഠിച്ചു, പണം ഉണ്ടാക്കി, വീടുണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി, പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കി. ഇനിയോ കഷ്ടപ്പെടാണ്ട് അങ്ങനെ മരിച്ചാൽ മതി. വയസ്സായ ആൾക്കാരോട് ചോദിച്ചു നോക്കൂ,
കഷ്ടപ്പെടാണ്ട് മരിച്ചാൽ മതി, എനിക്ക് കഷ്ടപ്പെടരുത്, മറ്റുള്ള ആരെയും കഷ്ടപ്പെടുത്താണ്ട് മരിച്ചാൽ മതി, മറ്റുള്ളവർക്കും കഷ്ടപ്പാട് കൊടുക്കണ്ട. അപ്പം ഇങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജനിച്ചത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇങ്ങനെ മരിക്കാൻ വേണ്ടിയിട്ടാണോ ശരിക്കും നമ്മൾ ജനിച്ചത്? എന്തൊരു അർത്ഥമില്ലായ്മയില്ലേ, ആലോചിച്ച് നോക്കൂ. ജനിച്ചു, നമ്മൾ ജീവിച്ചു, പലതും ഉണ്ടാക്കി, ഇത്രയും വർഷം ഈ ഭൂമിയിൽ ഇരുന്നിട്ട് മരിച്ചാൽ മതി. അത് മരിക്കും, അതിപ്പോൾ നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ മരിക്കും. മരുന്നുണ്ടാക്കുമ്പോൾ അതിൽ മാനുഫാക്ചറിങ് ഡേറ്റ് അടിച്ചിട്ടുണ്ട്, അതുപോലെ എക്സ്പയറി ഡേറ്റും അടിച്ചിട്ടുണ്ട്. അടിച്ചിട്ടാണ് നമ്മളെ വിട്ടക്കണം കണ്ട് ഈ മെഷീനെ. ഇതൊരു മെഷീനാണല്ലോ, അത് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്, നമുക്കറിയാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ മരിക്കലല്ല. എത്രയോ ജീവജാലങ്ങളിലൂടെ മരിക്കണു. എന്താ പറയുക, ഈച്ചയും പൂച്ചയും ആടും മാടും നായും പന്നിയും ഒക്കെ ജനിക്കും മരിക്കും ചെയ്യുന്നുണ്ട് അല്ലേ? ആരെങ്കിലും അറിയണ്ടോ? ഇല്ല. വിവേകാനന്ദ സ്വാമികൾ പറയും, നമ്മളിവിടെ വന്നതിൻ്റെ ഒരു അടയാളം ഇവിടെ ഇട്ടച്ച് പോകണം. ഇവിടെ ഉണ്ടായി നിങ്ങൾ ഇത്ര ഈ ഭൂമിയിൽ ഈ കാലഘട്ടത്തിൽ ഇത്ര വർഷം മുതൽ ഇത്ര വർഷം വരെ സോ ആൻഡ് സോ ഇവിടെ ജീവിച്ചിരുന്നു. വാട്ട് ഈസ് ദ പ്രൂഫ്? എന്തെങ്കിലും അടയാളമുണ്ടോ? എന്തെങ്കിലും സമൂഹത്തിന് കാര്യമാത്ര പ്രസക്തമായി എന്തെങ്കിലും സംഭാവന ചെയ്തുവോ? അവനവൻ്റെ ജന്മം സഫലമാക്കിയോ? ഈശ്വരഭക്തി നേടിയോ? അല്ലെങ്കിൽ ആ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ആ ലക്ഷ്യത്തിലേക്ക് ഒരു സ്റ്റെപ്പെങ്കിലും വയ്ക്കാൻ നമുക്ക് പറ്റിയോ? ആലോചിച്ച് നോക്കൂ. നമ്മുടെ ആധ്യാത്മികമായിട്ട് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കുറച്ചെങ്കിലും അടുത്തുവോ? ഇതൊക്കെ നമ്മൾ സ്വയം ചോദിക്കേണ്ട കാര്യം എന്നർത്ഥം. ശ്ലോകം വെറുതെ വായിച്ചു പോയ പോരാ. ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ 2 ശ്ലോകം വളരെ വളരെ മുഖ്യം. ധർമ്മസ്യ അപവർഗസ്യ ന അർത്ഥോ അർത്ഥായ ഉപകൽപ്പതേ. അപ്പോൾ മോക്ഷത്തിന് കാരണമായിട്ട ധർമ്മത്തെ വെറും നശ്വരമായ ധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചെങ്കിലോ ആ പുരുഷാർത്ഥത്തിൻ്റെ ഉദ്ദേശം നഷ്ടപ്പെട്ടു അല്ലേ? സാർത്ഥകമായില്ല. അതുപോലെ ധർമ്മത്തിന് ഉപയോഗിക്കപ്പെട്ട ധനം വെറും ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചെങ്കിലോ ആ അർത്ഥം എന്ന പുരുഷാർത്ഥം പരാജയപ്പെട്ടു അല്ലേ? ധർമാനുഷ്ഠാനത്തിന് ശരീരം ആരോഗ്യത്തോടുകൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ച കാമപുരുഷാർത്ഥം വെറും ഇന്ദ്രിയ ലാളനത്തിനും ഭോഗത്തിനും വേണ്ടി നമ്മൾ അത് പതിപ്പിച്ചു എന്ന് വെച്ചാൽ ആ പുരുഷാർത്ഥവും നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം സാധിച്ചില്ല. യഥാർത്ഥ ഉദ്ദേശം എന്താ? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ സംസാരമോചനമാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക ഒരു വാക്ക്, ധർമ്മസ്യ അപവർഗസ്യ എന്നൊരു പദം നോക്കണം. ഈ മോക്ഷം എന്നങ്ങോട്ട് പറയാതെ ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അപവർഗം എന്നാണ് പറഞ്ഞത്. എന്താ ഈ അപവർഗം? മോക്ഷത്തിന് വേറൊരു പേരാണ് അപവർഗം. എവിടെയാണോ പവർഗമില്ലാത്തത് അതാണ് അപവർഗം. ഈ പവർഗം എന്താ? നമ്മൾ ഇന്നത്തെ കുട്ടികൾക്ക് ഒന്നും പഠിത്തമില്ലെങ്കിലും പണ്ടൊക്കെ പഠിച്ചില്ലേ? കവർക്കം, പവർക്കം, ടവർക്കം, തവർക്കം, ചവർക്കം അല്ലേ? കാക്ക ഗ ഘ ങ ചാച്ച ജാച്ച ഞ താഥ ദാഥ മ പാഫ ബാഭ മ അങ്ങനെയൊക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ പവർക്കം എന്ന് പറഞ്ഞാൽ 5 എണ്ണം. പ ഫ ബ ഭ മ. ഈ 5 എണ്ണം എന്തിനാണ് റെപ്രസെന്റ് ചെയ്യണത്? ഓരോന്നും പ ഫോർ പാപം, പ സ്റ്റാൻഡ് ഫോർ പാപം, പ ഭ രണ്ടാമത്തെ ഫ, ശരി ഫ എന്ന് പറയാ. ഭ അതെന്തിനാ? ഫലം, റിസൾട്ട് ഓഫ് ആക്ഷൻ, കർമ്മത്തിന്റെ ഫലം. കർമ്മത്തിന്റെ ഫലം എന്താ? ഒന്നര സുഖം അല്ലെങ്കിൽ ദുഃഖം അല്ലേ? അപ്പോൾ ഭഗവത് പ്രാപ്തി സാധിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ആത്മാവാണ് ആനന്ദസ്വരൂപനായ ഭഗവാൻ. ആ ആനന്ദസ്വരൂപനായ ആത്മസാക്ഷാത്കാരമാണ് മോക്ഷം. ആ മോക്ഷം സാധിച്ചാൽ അവിടെ പിന്നെ എന്തില്ല? അയാൾക്ക് പുണ്യപാപ കർമ്മങ്ങളില്ല. അതുകൊണ്ടോ അതിൻ്റെ ഫലം സുഖദുഃഖ രൂപേണ അനുഭവിക്കേണ്ടതില്ല. പാപ ബ ബന്ധം, ബോണ്ടേജ്, പരിമിതി, ലിമിറ്റേഷൻ. കാരണം ശരീരമാണ് ഞാനെന്ന തോന്നൽ വരുമ്പോഴാണ് ഞാൻ പരിമിതനായത് അല്ലേ? ഞാനോ എങ്ങും നിറഞ്ഞിരിക്കുന്ന കാലദേശാധിപത്യായ ആ ആത്മസ്വരൂപമാണെന്നാണ് സാക്ഷാത്കരിക്കുന്നത്. അതാണല്ലോ മോക്ഷം. അപ്പോൾ അതിലെവിടെ പരിമിതി? ബന്ധമില്ല. ഭ ഭരണിയുടെ ഭ, അത് ഭയം, അത് സ്റ്റാൻഡ് ഫോർ ഭയം. ഭയമില്ല, എപ്പോഴും പേടിയാണ് നമുക്ക്. ഒരു കാരണമില്ലാണ്ട് പേടി. ഇവിടെ ഒരാൾ പറയായിരുന്നു ഒരു കാരണമില്ലാണ്ട് പേടി. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. ചിലർക്ക് കാരണം ഉണ്ടായിട്ട് പേടി. എന്താവും, നാളെ എന്താവും, മറ്റന്നാൾ എന്താവും, ഇങ്ങനെ വേണ്ടിയിട്ടും വേണ്ടാണ്ടും ഭയം. എന്താ അവസാനത്തെ ഭയം? മരിക്കുമല്ലോ എന്നുള്ള ഭയമാണ്. മരിക്കാൻ ഭയമാണ് എല്ലാവർക്കും, യമനെ ഭയമാണ്. ഈ ഭയമേ നമ്മളെ വിട്ടുപോകും. നോക്കൂ, ഈ ദേഹനാശം കൊണ്ട് എനിക്കൊന്നും ആവാൻ പോണില്ല എന്ന്. ദേഹം എനിക്ക് സഞ്ചരിക്കാനുള്ളൊരു വാഹനം. ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയിൽ കയറി ഇവിടെ പഠിക്കെത്തിക്കഴിഞ്ഞാൽ പൈസ കൊടുത്ത് നമ്മൾ ഇറങ്ങിപ്പോന്നു അല്ലേ? ഇതുമാതിരി ഈ വാഹനത്തിന് വേണ്ടിയിട്ടാണ്, ഭഗവാനിലെത്താൻ വേണ്ടിയിട്ടാണ്. തേരിനോട് അല്ലെങ്കിൽ രഥത്തിനോടൊക്കെ അല്ലേ ഈ ശരീരത്തിന് ഭൂമിച്ചേക്കണത് ഈ ഉപനിഷത്തൊക്കെ. ശരീരം രഥമാണ്, തേരാണ്. യാത്രക്കാരനെ നമ്മൾ ഈ തേരല്ല. ആ സാക്ഷാത്കാരം ഉണ്ടാവും. ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും
പ്രവർത്തിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ അന്തര്യാമി, അതിനൊക്കെ സാക്ഷി, അതിൻ്റെ അനുഭവങ്ങളൊക്കെ സാക്ഷിയായിരിക്കുന്ന ആത്മസ്വരൂപമാണ് താനെന്ന സാക്ഷാത്കാരമാണ് മോക്ഷം. അത് തന്നെത്താനെ വരില്ല, അത് നമ്മുടെ മനസ്സ് പാകപ്പെടേണ്ടിയിരിക്കുന്നു. അതിന് ധർമ്മം അടിസ്ഥാനമാക്കിക്കൊണ്ട്, ധർമ്മത്തിലൂന്നിയിട്ടുള്ള അർത്ഥസമ്പാദനവും ധർമ്മകാര്യങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, ധർമാനുഷ്ഠാനത്തിന് വേണ്ടി ഭോഗങ്ങൾ, ശരീരത്തിന് അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചാൽ സാധിക്കും എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ സാധിക്കില്ല എന്ന്. അപ്പോൾ ഭയം, പാപം, ഫലം, ബന്ധം, ഭയം. അടുത്തെന്താ? മരണം. മരണമില്ലേ? അയ്യോ എല്ലാവരും മരിക്കണ്ടല്ലോ, ഇത് അറിഞ്ഞ ആൾക്കാരും മരിക്കണ്ടല്ലോ. സാധാരണ ആൾക്കാർ മരിക്കുമ്പോൾ എന്താ അവരെ വിചാരം? ഞാൻ മരിക്കണേ എന്നാ വിചാരിക്കണം അല്ലേ? സാക്ഷാത്കാരം നേടിയ ഒരു ഭക്തനോ ഒരു ജ്ഞാനിയോ ഒരു യോഗിയോ അവർക്ക് ഞാൻ മരിക്കുന്നു എന്നുള്ള വിചാരമേ ഇല്ല. ദേഹനാശം അത് എപ്പോഴും മരിച്ചുകൊണ്ടായിരിക്കണേ, ശരിയല്ലേ? അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുക, മരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ ശരീരത്തിൻ്റെ മാറ്റത്തോടൊപ്പം മാറുന്നവനല്ല. ഇതിനൊക്കെ സാക്ഷിയായിരിക്കുന്ന ആ ജനന മരണമില്ലാത്ത ആ അമരനായ അമൃതസ്വരൂപനായ ആത്മാവാണ്. അതാണ് അമൃതത്വപ്രാപ്തി. അവന് മരണഭയമില്ല, മരണത്തെക്കുറിച്ചുള്ള വേവലാതിയില്ല. ശരീരം ആ സമയമായിപ്പോക്കോളും. തപോവനസ്വാമികളോട് പറഞ്ഞ ആൾക്കാർ ഡൽഹിയിലൊക്കെ വന്ന് ചികിത്സിക്കാമെന്ന്. അപ്പോൾ സ്വാമി പറഞ്ഞു, എന്താ ഡൽഹിയിലെ ആൾക്കാർക്കൊന്നും മരണമില്ലെന്ന്. അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവും, ഉത്തരകാശിയിൽ ആ ഗ്രാമത്തിലൊന്നുമില്ല. പറയാം അവിടെ പോയിട്ട് എന്താ, സമയമായി കഴിഞ്ഞാൽ ഈ ശരീരം പോകും അല്ലേ? എപ്പോഴും പിന്നാലെ നടക്കണ്ട യമൻ. ചോദിക്കുക, എത്ര വർഷമായില്ലേ അദ്ദേഹം എന്നോട് ഇങ്ങനെ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. എത്ര നേരം അയാൾ വെയിറ്റ് ചെയ്യാന്ന് പറയാം. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ഭാഗീരഥിയുടെ മടിത്തട്ടിൽ ആ അമ്മയുടെ ശബ്ദം കേട്ടുകൊണ്ട് അങ്ങനെ ഈ ദേഹത്തെ വിടാം. നോക്കണം, ഇങ്ങനെ അനായാസമായിട്ട് യാതൊരു പരിഭ്രമവും ഇല്ലാതെ, ഭയമില്ലാതെ, ശരീരത്തിനെ തന്നിൽ നിന്ന് അന്യമായൊരു വസ്തുവിനെ മാതിരി, അല്ലെങ്കിൽ പാമ്പ് പടം പൊഴിച്ച് കളയും പോലെ അവരുടെയൊക്കെ ദേഹത്യാഗം. പാമ്പിന് പടം പൊഴിക്കണേൽ നഷ്ടബോധമുണ്ട്. അയ്യോ സങ്കടം പോയപ്പോൾ വസ്ത്രം പഴയത് ഉപേക്ഷിച്ചിട്ട് പുത്തൻ ധരിക്കുന്നത് പോലെയാണ്. ജ്ഞാനികൾക്ക് പിന്നെ പുത്തൻ ധരിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, അപ്പം എവിടെ മരണം അവർക്ക്? അവർ അമരന്മാരായി നത്തം. വാസ്തവത്തിൽ അങ്ങനെയുള്ള മഹാത്മാക്കളല്ലേ എന്നും ലോകം ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ മരിക്കണ്ടോ? ഇല്ല. യശശരീരന്മാരെന്നൊക്കെ അവരെ പറയാം നമ്മളല്ലേ. അവരുടെ യശസ്സെന്നും യശസ്സാവുന്ന ശരീരത്തോടുകൂടി അവർ ജീവിക്കും. അവരുടെ ശരീരം ഈ ശരീരമല്ല, അപ്പോൾ യശസ്സാവുന്ന ശരീരത്തോടുകൂടി. ശരിയല്ലേ? നമ്മുടെ ഋഷിമാരും നമ്മുടെ പരമ്പരയൊക്കെ നമ്മൾ എന്നും ഓർമ്മിക്കണം. അപ്പോൾ അവർ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അവർ നമ്മളിലൂടെ ജീവിക്കുന്നില്ലേ? അവരുടെ ചിന്തകൾ ഇന്നും നമ്മളിലൂടെ ജീവിക്കണില്ലേ? നമ്മളെ സ്വാധീനിക്കുന്നില്ലേ? ഉണ്ട്. അപ്പം അപവർഗം എന്ന് പറഞ്ഞു. അപവർഗമില്ലേ പിന്നെ? അപ്പം ധർമ്മത്തിൻ്റെ ലക്ഷ്യം അപവർഗമാണ്. അപവർഗം പറഞ്ഞാൽ ഈ 5 കാര്യത്തിൽ ഇല്ലാത്ത സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം, സെൽഫ് റിയലൈസേഷൻ, അതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള ഈ ജീവിതവും ഈ ധർമാചരണവും വെറും നിസ്സാരമായിട്ടുള്ളതായ നശ്വരമായ ധനം കൊണ്ടും ധനത്തിനും വെറും ഇന്ദ്രിയലാളനമാകുന്ന ഭോഗങ്ങൾക്കും വേണ്ടി നശിപ്പിക്കാമോ ചോദിക്കാം. പാടില്ല എന്നാണ് സൂചിപ്പിക്കുന്ന അർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ അർത്ഥാർത്ഥിയായി ധർമ്മം ചെയ്യുന്നു, വിനിയോഗം കാമാർത്ഥിയായി അർത്ഥം വിനിയോഗിക്കുന്നു. അവസാനം അതിൻ്റെ ഫലം എന്താ? പണത്തിന് വേണ്ടി ധർമാചരണം. പണം ഭോഗത്തിന് വേണ്ടിയിട്ട്, കാമച്ച ഭോഗത്തിന്. ആ ഭോഗം അവസാനം നമ്മളെ എവിടേക്ക് എത്തിക്കും? ഭർത്തൃ പറയും ഭോഗേ രോഗഭയം. നോക്കണം, ഭോഗത്തിൽ രോഗഭയമുണ്ട്. ഭോഗങ്ങൾ അനുഭവിച്ചു. സുഖതക്രിയതേ രാമാഭോഗ പശ്ചാഹന്ത ശരീരേ രോഗ. ഭജഗോവിന്ദത്തിൽ ആചാര്യസ്വാമികൾ പറയണു, അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞ ആൾക്കാർ ജീവിക്കുന്നു അല്ലേ, യാതൊരു ലക്കും ലഗാനുമില്ലാതെ. അവസാനം എന്താ? പല രോഗങ്ങൾ. ശരിയല്ലേ? ഭോഗം എപ്പോഴും രോഗത്തെയാണ് സമ്മാനിക്കുക എന്നർത്ഥം. അതെ, നോക്കണം, ഈ ശ്ലോകങ്ങളൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ജീവൻ്റെ ലക്ഷ്യമെന്താണ്? ധർമാർത്ഥ കാമ മോക്ഷങ്ങളുടെ യഥാർത്ഥ അർത്ഥം എന്താണ്? എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം? അത് നേടാൻ എങ്ങനെയാണ് നമ്മുടെ ധർമാചരണത്തെ പ്രയോജനപ്പെടുത്തേണ്ടത് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, ധർമ്മം ആചരിക്കുന്നത് ലക്ഷ്യം അമവർഗത്തിന് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. ധർമ്മമാർഗത്തിലൂടെ അർത്ഥം ആർജിക്കണം ആവോളം. ആ അർത്ഥത്തെ ധാർമ്മിക കാര്യങ്ങൾക്ക് പുണ്യാചരണത്തിന് ഉപയോഗിക്കണം. പിന്നെ ആ ധർമ്മം ആചരിക്കാൻ നമുക്ക് ശരീരം വേണം. ആ ശരീരത്തിനെ ആരോഗ്യത്തോടെ വെക്കണം. അതിന് വേണ്ട സുഖസൗകര്യങ്ങളൊക്കെ ആവാം. അത് അധർമ്മമല്ല. അങ്ങനെ ജീവിക്കണതിൻ്റെ ഉദ്ദേശം സത്യ സാക്ഷാത്കരിക്കലാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം വരും, എന്താണ് ഈ തത്വം അല്ലെങ്കിൽ സത്യം എന്ന് പറഞ്ഞാൽ? ഇങ്ങനെയില്ലേ, തത്വജിജ്ഞാസയാണെന്ന് പറഞ്ഞല്ലോ, സത്യസാക്ഷാത്കാരമാണ്. എന്താ സത്യം? ഏതൊന്നറിഞ്ഞാൽ ഇനി നമുക്ക് ഈ ജനന മരണ സംസാര ദുഃഖം അനുഭവിക്കാൻ സംഗതി വരില്ലയോ, ആ പരമമായ ഈശ്വരനെ അറിയണം. അതാണ് ജീവിതത്തിൻ്റെ പ്രയോജനം. ആ തത്വത്തിൻ്റെ പേര് ഭഗവാനിതി ശബ്ദതേ. നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ സത്യത്തെയാണ്, അഥവാ തത്വത്തെയാണ് തത്വവിധ, ആ സത്യത്തെ സാക്ഷാത്കരിച്ചവർ, തത്വം കരതലാമലകം പോലെ അനുഭവിച്ചതായ മഹർഷിമാര് നമ്മളോട് പറഞ്ഞു. അതിനെ പല പല പേര് വിളിക്കുന്നു ഓരോരുത്തർ. വസ്തുവിന് വ്യത്യാസമില്ല, പേരിൽ വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ പരബ്രഹ്മം എന്നാണ് പറയുന്നത്, ബ്രഹ്മം എന്ന് പറഞ്ഞു. ചില ആൾക്കാർക്ക് പരമാത്മാവെന്ന ഇഷ്ടം, ഉപാസകന്മാരും പരമാത്മാവെന്ന് പറഞ്ഞു. വേദാന്തികൾ ഉപനിഷത്തിനെ പരമപ്രമാണമാക്കിയിട്ടുള്ള ആൾക്കാർ ബ്രഹ്മം എന്ന് പറഞ്ഞു. എന്നാൽ ഭക്തന്മാരോ ഭഗവാൻ എന്ന് പറഞ്ഞു. ഞാൻ ഭഗവാനെ തന്നെയോ, ഭഗവാൻ എന്നല്ല, ചിലപ്പോൾ ഭഗവതി എന്ന് പറയും, ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞു, ശ്രീരാമൻ എന്ന് പറഞ്ഞു, അല്ലേ? നമ്മുടെ തലത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പല പല പേര് പറഞ്ഞു. ചുരുക്കത്തിൽ പല പല പേരിൽ ഒരേ വസ്തുവിനെ പറയുക, ബ്രഹ്മെന്നോ പരമാത്മാവെന്നും ഭഗവാനെന്നും എന്നും. എന്താണ് സത്യം? അതാണ് ഒന്നാം ശ്ലോകത്തിൽ ഭാഗവതം പറഞ്ഞു തന്നത്. നോക്കണം, ഈ തത്വത്തെയാണ് പറഞ്ഞു തുടങ്ങിയത്. എന്ത്? ജന്മാദ്യസ്യതഃ എന്നുള്ള ഒന്നാം ശ്ലോകത്തിൽ ഈ പരമമായ സത്യത്തെയാണ് പറഞ്ഞത്. മനസ്സിലായോ? ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സംഹാരങ്ങൾക്ക് കാരണഭൂതനായി, പ്രപഞ്ചത്തിൻ്റെ പരമകാരനായിരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന പരമാത്മാ ഭഗവാൻ. അപ്പോൾ എങ്ങനെ പറയാനാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അങ്ങനെ പറയാം. എവിടെ വ്യത്യാസം? ശബ്ദതേ, ശബ്ദത്തിലേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഈശ്വരനെക്കുറിച്ച് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതൊക്കെ ശബ്ദങ്ങളിലാണ്, വാദകോലാഹലങ്ങളിലാണ്. അനുഭൂതിയിൽ വ്യത്യാസമില്ല. അതാ പറഞ്ഞതിൻ്റെ പോയിന്റ്. വിവേകാനന്ദ സ്വാമികളുടെ അടുത്ത് പറയാണ്, അനുഭൂതിയാണ് മതം എന്ന് തിരിച്ചറിയാതിരിക്കും കാലത്തോളം മതത്തിൻ്റെ പേരിൽ ഇവിടെ സ്പർദ്ധയും കലഹങ്ങളും രക്തച്ചൊരിച്ചിലും ഒഴിവാക്കാൻ പറ്റില്ല. ശരിയല്ലേ? എന്തോ കനുള്ള വാക്കുകളെ, വിലപ്പെട്ട വാക്കുകളെന്നാലും വെച്ച് നോക്കൂ. അനുഭൂതിയാണ് മതം എന്ന് ആരെ മനസ്സിലാക്കണേ? നമ്മുടെ ഋഷി ഭാഗവതം പറയണു, ആ പരമതത്വത്തിനെ നിങ്ങൾ ഏത് പേരിലും വിളിച്ചോളും വിരോധമില്ല ഇവിടെ. ഈ ഭഗവാൻ എന്നുള്ള പേരിൽ എത്രയോ ദൈവങ്ങളൊക്കെ, ഓരോ മതങ്ങൾക്കനുസരിച്ച് ഓരോ പേരുകളുണ്ട്, അല്ലേ? പക്ഷേ എന്താണ്? ആ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായി സർവചരാചരങ്ങളിലും ഓതപ്രോതരൂപേണ അനുസ്യൂതമായി കുടികൊള്ളുകൊണ്ട് അർത്ഥേഷു അഭിജ്ഞ, ഓരോരുത്തരുടെ ഉള്ളിലും ബോധമായി, ആത്മാവായി, ചൈതന്യമായി കുടികൊള്ളുന്ന ആ സത്യസ്വരൂപ സാക്ഷാത്കാരം. അവിടെ ആർക്കാ വ്യത്യാസം? എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഏത് ജാതിയാവട്ടെ, ഏത് മതമാവട്ടെ, ഏത് ദേശക്കാരനാവട്ടെ, ഏത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാത്തവനാവട്ടെ, എല്ലാവരുടെ ഉള്ളിലും ഉണ്ടല്ലോ ആ ജീവചൈതന്യം, ആ ബോധസ്വരൂപൻ. ആ സത്യസാക്ഷാത്കാരമാണ് പരമാത്മാ, അത് ഈശ്വരപ്രാപ്തി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അവിടെ ആർക്ക് വ്യത്യാസം ഉണ്ടാവും? അവിടെ എല്ലാവരുടെയും അനുഭവം ഒന്നാ. അതിന് മനസ്സ് ബാഹ്യ വസ്തുക്കളിൽ നിന്ന് പിന്തിരിയണം, അന്തർമുഖമാകണം. സമസ്ത ചിന്തകളെയും ആ ദൃശ്യമായി അറിഞ്ഞ് അവയിൽ നിന്ന് ശ്രദ്ധയെ ദൃക്സ്വരൂപനായിരിക്കുന്നു ആ ദൈവം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ. എല്ലാവരും അതല്ലേ പറഞ്ഞത്? യേശുദേവൻ എന്താ പറഞ്ഞത്? എവിടെ ദൈവം ഇരിക്കണത്? ദൈവം സ്വർഗത്തിലാണ്. എവിടെയാ സ്വർഗം? സ്വർഗരാജ്യം നിന്റെ ഉള്ളിലാവുന്നു. ഇതാരും കേൾക്കണില്ല, അല്ലേ? ഇത് പറയണേ വേദാന്തം പഠിക്കണേ. മനസ്സിലാവണ്ടോ? സ്വർഗത്തിലാണ് ദൈവം. ആ സ്വർഗരാജ്യം നിന്റെ ഉള്ളിലാണെന്നാ പറഞ്ഞത്. നിന്റെ ഉള്ളിൽ എവിടെ ഇരിക്കണത്? ആ ഹൃദയത്തിലേ. ധനികന് സ്വർഗവാതിൽ കടക്കണമെങ്കിൽ എത്ര പാട്ടുണ്ടെന്നാ പറഞ്ഞേ യേശുദേവൻ? ഒരാനയെ ഒരു സൂചിയുടെ കുഴയിലൂടെ കടത്തണം, അത്ര പാടാത്രേ. ഒരു സൂചിയുടെ കുഴ എത്രയുണ്ടാവും? ഈ തുന്നന സൂചി നൂലില്ലേ, അതിടണ ചെറിയൊരു കുഴ, അതിലൂടെ ഒരു ആനയെ കടത്താൻ പറ്റുമോ? ഒരു നൂല് കടത്താൻ നമുക്ക് പാടത്രയാ? കണ്ണിന് കാഴ്ചയും കൂടി കുറവാണെങ്കിൽ അതിൽ അങ്ങനെ ആനയെ കടത്തും എന്ന് പറഞ്ഞാൽ അത്രയധികം ഈ വിഷയവാസനകളെ, ഈ അർത്ഥകാമങ്ങൾക്ക് വേണ്ടി ജീവിച്ച് അതിൻ്റെ സംസ്കാരം ആർജിച്ച വ്യക്തിക്ക് ആ ഹൃദയത്തിലിരിക്കുന്ന സർവേശ്വരനിൽ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ഏകാഗ്രപ്പെടുത്തി ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യക്കുഴയിലൂടെ ആനയെ കടത്തുന്ന പോലെ തന്നെയല്ലേ? അത്രയൊന്നും നമ്മൾ അനുഭവിക്കില്ലേ? ആലോചിച്ച് നോക്കൂ. ഇതാണ് ഇപ്പം മതം അനുഭൂതിയാണ്. അത് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പ്രവക്താക്കൾ ആൾക്കാരോട് പറയണില്ല. പലയിടത്ത് കച്ചവടമാണ്, ബിസിനസ്സാണ്, പലതൊരു ചടങ്ങാണ്, അങ്ങനെ അതപ്പതിക്കുക. പക്ഷേ നമ്മുടെ ഋഷീശ്വരന്മാർ തത്വവിധ, തത്വത്തെ, സത്യത്തെ കരതലാമലകം പോലെ സ്വന്തം ജീവിതത്തിൽ സ്വന്തം ആത്മസ്വരൂപമായി സാക്ഷാത്കരിച്ചവരാ. അവർ പറയണു, ഞങ്ങൾക്ക് ഈ പേരിൽ വലിയ
പരിഭ്രമമൊന്നുമില്ല കേട്ടോ, അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നിങ്ങൾ ഏത് പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഇനിയിപ്പോൾ ബ്രഹ്മം എന്ന് പറയാൻ വയ്യ, ഭഗവാൻ എന്ന് പറയാനാണ് പറയാം ഇഷ്ടം, ആയിക്കോട്ടെ. ഇനി ആ ഭഗവാൻ എന്ന് പറയാനാണ്, ഞങ്ങൾക്ക് ശ്രീകൃഷ്ണൻ എന്ന് പറയാനാ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ എന്ന് പറയാൻ ഇഷ്ടം, ആയിക്കോളൂന്ന്. അതൊന്നും വേണ്ട, ഭഗവതി എന്ന് പറയാനാണ് ഇഷ്ടം. ഇനി ഞങ്ങളുടെ ഭഗവതി, ഞങ്ങളുടെ നാട്ടിലത്തെ ഭഗവതി ആയിക്കോട്ടെ. ഓരോരുത്തർക്കും ഒരു ഭഗവതി, ഒരു ഭഗവാൻ ഉണ്ടാവും അല്ലേ വീടിൻ്റെ അടുത്തുള്ള. അത് ഞങ്ങൾ ഇനി ഹിന്ദുക്കളൊന്നും അല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അള്ളാഹു എന്ന് പറയാനോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്രിസ്തു എന്ന് പറയാനോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറൊന്ന് പറയാനാണ്, ആയിക്കോളൂ, ഒരു വിരോധമില്ല എന്ന്. കം ടു റിയലൈസ് ദാറ്റ് ഫസ്റ്റ്, എന്നിട്ടാവാം ചർച്ച ബാക്കി. മനസ്സിലായില്ലേ? നിങ്ങൾ ഏതാണോ പറയണത് ആ സത്യം അതെ അനുഭവിക്കൂ, സാക്ഷാത്കരിക്കൂ. അതിനുള്ളതാണ് മനുഷ്യജീവിതം. അതുകൊണ്ട് എന്തു വേണം? തശ്രദ്ധാനാമുനയഃ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്തി ആത്മനിജാത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാ. അതുകൊണ്ട് എന്ത് ചെയ്യണു? ശ്രദ്ധാനാമുനയഃ, അങ്ങനെ പല 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 പേരുകളിൽ അറിയപ്പെടുന്ന ആ പരമസത്യത്തെ, പരമാത്മസത്യത്തെ സാക്ഷാത്കരിക്കാൻ താല്പര്യമുള്ള, അത് ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കുന്ന മഹർഷിമാര് എന്ത് ചെയ്യുന്നു? ശ്രുതഗൃഹീതയാ ഭക്രിയ. ആ സത്യം ഇപ്രകാരമുള്ളതാണെന്ന് നമുക്ക് എങ്ങനെ അറിയും? ആദ്യം ശ്രവണം ചെയ്യണം. ശ്രവണം കൊണ്ടേ അതിനെ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ശ്രുതഗൃഹീതയ എന്ന് പറഞ്ഞാൽ എന്താ? ഗുരുനാഥൽ നിന്ന്, ആചാര്യരിൽ നിന്ന് ആ ഭഗവത് സ്വരൂപത്തെക്കുറിച്ച് വേണ്ട പോലെ കേട്ടിട്ട്, ശ്രവണം ചെയ്തിട്ട്, ശാസ്ത്രത്തിൻ്റെ ശ്രവണം കൊണ്ട്. ഇപ്പോൾ ഉപനിഷത്തുക്കളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഭഗവത് സ്വരൂപം. അതിനെ വേണ്ട പോലെ ഗുരുനാഥൻ നിന്ന് കേട്ടു. അപ്പം എന്തായി? പരോക്ഷജ്ഞാനം ഉണ്ടായി അല്ലേ? ഓ, ഈ പ്രപഞ്ചത്തിനൊരു പരമകാരനുണ്ട്, ആ പരമകാരണത്തെയാണ് ബ്രഹ്മം, പരമാത്മ അങ്ങനെയൊക്കെ പറയണത്. അത് ഈ എല്ലാ വസ്തുക്കൾക്കും ഉണ്മ കൊടുത്തുകൊണ്ടിരിക്കണു. അതാണ് നമുക്ക് ഉണ്മ തരണത്, നമ്മുടെ ഉള്ളിലും അന്തര്യാമിയായിരിക്കണത്. അതുള്ളതുകൊണ്ട് നമ്മുടെ ജീവിതം നടക്കണത്. അവൻ്റെ സ്വരൂപം ശാശ്വത ആനന്ദമാണ്. ആ സാക്ഷാത്കരിച്ചാൽ പിന്നെ ജനന സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. തിയറി മനസ്സിലായി, ഇൻ്റലക്ച്വൽ നോളജ് കിട്ടി. ശ്രവണം കൊണ്ട് അതുണ്ടാവുള്ളൂ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? ജ്ഞാനവൈരാഗ്യയുക്തയാ, ജ്ഞാനവൈരാഗ്യത്തോടുകൂടിയ ഭക്തിയെ വളർത്തിക്കൊണ്ട് അവരെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് ആത്മനി ആത്മാനം പശ്യന്തി, തന്നിൽ തന്നെ ആത്മസ്വരൂപനായി കുടികൊള്ളുന്ന ആ സത്യസ്വരൂപനെ, ആ പരമാത്മാവിനെ, ആ ഭഗവാനെ സാക്ഷാത്കരിക്കുന്നു തൻ്റെ സ്വരൂപമായിട്ട്. അപ്പോഴാണ് ഈ സംസാരത്തിൽ നിന്ന് മുക്തം നേടുന്നത്. വളരെ ശ്രദ്ധിച്ചു നോക്കുക ഈ ശ്ലോകം. എന്ത് ചെയ്യണം? ശ്രുതഗൃഹീതയാ ഭക്രിയ. അങ്ങനെ വേണം. ശ്രവണം കൊണ്ടേ നമുക്ക് ജ്ഞാനവും ഭക്തിയൊക്കെ ഉണ്ടാവുള്ളൂ. ഈശ്വരൻ്റെ മഹാത്മ്യം അറിയും തോറല്ലേ ഈശ്വരനെ നമുക്ക് ആശ്രയിക്കാൻ തോന്നുള്ളൂ. അതെ. അപ്പോൾ ശ്രവണം കൊണ്ട് ഭഗവത് സ്വരൂപം മനസ്സിലായി, ബുദ്ധിജ്ഞാനം ഉണ്ടായി, പരോക്ഷജ്ഞാനം ഉണ്ടായി, ഇൻ്റലക്ച്വൽ നോളജ് ഉണ്ടായി. അതോടൊപ്പം എന്ത് ചെയ്യണം? ഈശ്വരനെ ഭജിക്കണം. സ്വധർമ്മത്തെ മുഴുവൻ ഈശ്വരാരാധനമായി ചെയ്ത്, ഈശ്വര കഥകൾ കേട്ടും ഈശ്വരനാമം ജപിച്ചും ഭഗവത് ഭക്തി വളർത്തി. അങ്ങനെ ആ ഭഗവത് ഭക്തി വളരുമ്പോൾ മനസ്സിൽ വിഷയങ്ങളോടുള്ള ആസക്തി കമ്മിയായി വരും. അങ്ങനെ ഭക്തിയോണ്ട് വൈരാഗ്യം ഉണ്ടാവും. അങ്ങനെ വൈരാഗ്യവും ഭക്തിയും ചേർന്ന മനസ്സിൽ എന്തുണ്ടാവും? നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ അന്തര്യാമിയായി ക്ഷത്രജ്ഞൻ ആയിരിക്കുന്ന ആ ഭഗവാനെ അനുഭവ രൂപേണ സാക്ഷാത്കരിക്കാൻ പറ്റും. അതുകൊണ്ട് അറിവുള്ള മഹർഷിമാരൊക്കെ ആ സാക്ഷാത്കാരത്തിന് വേണ്ടി, അനുഭൂതിക്ക് വേണ്ടി നിരന്തരം ശ്രവണാന്തരം എന്ത് ചെയ്യണു? ഭക്തിയെ ചെയ്തുകൊണ്ടിരിക്കണു, ഈശ്വരനെ ഭജിച്ചുകൊണ്ടിരിക്കണു. അതപുംഭിർദ്വശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശഃ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധി ഹരിതോഷണം. അതുകൊണ്ട് പറയണു, അല്ലയോ മഹർഷിമാരെ, അല്ലയോ ബ്രാഹ്മണോത്തമാരെ, ദ്വിജശ്രേഷ്ഠ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ അല്ലെങ്കിൽ മഹർഷിമാരെ, എന്താ അതഹ അത് കാരണം കൊണ്ട്, പുംഭിഹി മനുഷ്യരാൽ, വർണ്ണാശ്രമ വിഭാഗശഃ അവരവരുടെ വർണ്ണത്തിനും ആശ്രമത്തിനും അനുസരിച്ച് പറഞ്ഞിട്ടുള്ള ആ സ്വധർമ്മത്തെ, സ്വനുഷ്ഠിതസ്യ നന്നായി അനുഷ്ഠിക്കണേൻ്റെ സംസിദ്ധി ലക്ഷ്യം, ഫലം, പ്രാപ്തി എന്താണ്? ഹരിതോഷണം, ഭഗവാനെ സന്തോഷിപ്പിക്കലാണ്. അപ്പോൾ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ഉതകുന്ന ആരാധനം തന്നെ ധർമ്മത്തിൻ്റെ യഥാർത്ഥ ഫലം. തുടങ്ങിയത് ധർമ്മത്തെക്കുറിച്ച്, കർത്തവ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാ അല്ലേ? വീണ്ടും ആ ടോപ്പിക്ക് ഉപസംഹരിക്കുക. അപ്പോൾ സ്വധർമാനുഷ്ഠാനം ശരിയാവണ്ണം നിർവഹിച്ചതിൻ്റെ പ്രയോജനം എന്താ? ഹരിതോഷണം. അപ്പം ഇങ്ങനെയാണോ നമ്മൾ കർമ്മം ചെയ്യണമെന്ന് നമ്മൾ സ്വയാലോചിക്കണം.
നമ്മൾ ഭഗവാൻ സന്തോഷിക്കണം എന്ന് വിചാരിച്ചിട്ടാണോ നമ്മൾ എന്ത് ചെയ്യണത്? ഭഗവാനെ അവിടുന്ന് സന്തോഷിക്കണേ, ഭഗവാനെ അവിടുന്ന് സന്തോഷിക്കണേ. നമ്മളൊക്കെ ഒരാളെ ഇഷ്ടം നിൽക്കുക, അച്ഛനെ ഇഷ്ടമുണ്ട്, അമ്മ ഇഷ്ടമുണ്ട്. അപ്പം എന്ത് ചെയ്യണു? അച്ഛൻ സന്തോഷിക്കണം, അമ്മ സന്തോഷിക്കണം എന്ന് വിചാരിക്കും. അപ്പം എന്ത് ചെയ്യും? അവർക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ ചെയ്തു കൊടുത്തു, കൊണ്ടു കൊടുത്തു, മേടിച്ചു കൊടുത്തു, അല്ലേ? അതില്ലേ? എന്നിട്ട് അവർ സന്തോഷിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതിയോ? അത് നമ്മുടെ സന്തോഷത്തിനേ ഹേതുവുള്ളൂ, അവരുടെ സന്തോഷത്തിന് കാരണമാവില്ല. അപ്പോൾ ഭഗവാൻ സന്തോഷിക്കണം എന്നാണ് നമ്മുടെ സങ്കല്പം ഉണ്ടാവേണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഭക്തിയും ജ്ഞാനവൈരാഗ്യങ്ങളും ഒക്കെ വളർന്ന് സ്വന്തം ഉള്ളിൽ വളർന്ന ഭഗവാനെ സാക്ഷാത്കരിച്ച് ഈ സംസാരത്തിൽ നിന്ന് മുക്തനാവലാണ് ഇതിൻ്റെ ലക്ഷ്യം. അത് നേടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഓരോരുത്തരും അവരവർക്ക് വിധിച്ചിരിക്കുന്ന കർത്തവ്യകർമ്മങ്ങളെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കണം, ആത്മാർത്ഥമായി അനുഷ്ഠിക്കണം. എത്ര നന്നായി ചെയ്യാൻ പറ്റുമോ അത്ര നന്നായിട്ട് ചെയ്യണം. കാരണം എന്താ? അതെൻ്റെ ഭഗവാന്റെ പണിയാണ്. പക്ഷേ അതിൻ്റെ ലാഭം എന്താ? ഭഗവത് പ്രീതി. അങ്ങനെ കർമ്മം അനുഷ്ഠിച്ചാൽ എന്നുണ്ടാവും? നേരത്തെ പറഞ്ഞ വൈരാഗ്യവും ജ്ഞാനവും മോക്ഷവും ഒക്കെ സ്വാഭാവികമായിട്ട് വരുന്ന അർത്ഥം. ഭക്തിയോഗ പ്രയോജിത ജനയതി ആശുവൈരാഗ്യം ജ്ഞാനഞ്ച യഥാഹൈതുകം എന്ന് പറഞ്ഞില്ലേ? ജ്ഞാനവും വൈരാഗ്യവും മുക്തിയും ഒക്കെ തന്നെത്താനെ വരും. തസ്മാദേകേന മനസ ഭഗവാൻ സാത്വതാം പതി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യത. അപ്പോൾ ഭക്തിഹീനമായ ധർമാനുഷ്ഠാനം, കർമ്മം കേവലം ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞില്ലേ? നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം ഈശ്വരപ്രീതിയാണ്. അതിൻ്റെ ഫലമായി അങ്ങനെ കർമാനുഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഭക്തി ഉണ്ടാവണം, ഈശ്വരകഥകൾ കേൾക്കാൻ താല്പര്യം ഉണ്ടാവണം. ഭക്തിഹീനമായ ധർമാനുഷ്ഠാനം കേവലം ശരീര പരിശ്രമം മാത്രം, ലേബറായി തീരുന്നു, വേലയായി തീരണു എന്നുള്ളത് കൊണ്ട് നമ്മുടെ പണി വെറും വേലയാവാൻ പാടില്ല, മറിച്ച് ഈശ്വരാരാധനയാണ്. നോക്കൂ, വെറും വേലയാണ് നമ്മൾ ചെയ്യുന്നത്, കൂലിവേല. നോക്കണം, ഭഗവാന്റെ പൂജ എന്ന് വിചാരിച്ച് ചെയ്യുന്നവനും ശമ്പളം കിട്ടും, മറ്റവനും കിട്ടും, അല്ലേ? വേല കൂലി കിട്ടും. കൂലി എല്ലാവർക്കും ശരിയാ. പക്ഷെ ഭാവന കൊണ്ട് ഒരാളുടെ മനസ്സിന് പരിശുദ്ധി വരുന്നു, ഒരാൾക്ക് ആ പരമാത്മപ്രാപ്തിക്കുള്ള അർഹത വരുന്നു. മറ്റേ ആൾക്കാർക്കോ ആവലാതിയും വേവലാതിയും പരാതിയും നിരാശയും ദുഃഖവും മാത്രം. ഇത്ര കാലം ഞാൻ ചെയ്തിട്ട് വീടിന് വേണ്ടി ചെയ്തു, നാടിന് വേണ്ടി ചെയ്തു, ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തു, ഭർത്താവിന് വേണ്ടി ചെയ്തു, പിള്ളേർക്ക് വേണ്ടി ചെയ്തു, എന്നിട്ട് ആരെങ്കിലും ഹാപ്പിയാണോ? വശാങ്കാലത്ത് മക്കൾ നോക്കണില്ല, അവരങ്ങനെ ഇവരിങ്ങനെ പരാതി തന്നെ, അല്ലേ? ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കണം, ഭഗവാനിൽ ഭക്തി ഉണ്ടാകണം. അതുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കണം എന്നുള്ള ഭാവനയോടുകൂടി ഏകാഗ്ര മനസ്സോടുകൂടി ഭഗവാൻ സന്തോഷിക്കണം എന്ന് വിചാരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ആ ഭഗവാനെക്കുറിച്ച് തന്നെ ശ്രോതവ്യ, ആ ഭഗവാന്റെ ഗുണഗണങ്ങൾ മാഹാത്മ്യങ്ങൾ കേൾക്കണം. കീർത്തിതവ്യശ്ച, ഭഗവാനെക്കുറിച്ച് കീർത്തിക്കണം, ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ പറയണം. അല്ലെങ്കിൽ പറയാൻ കിട്ടില്ലെങ്കിൽ കീർത്തന രൂപത്തിലാവാം. ധ്യേയ, ആ ഭഗവാനെ ഇഷ്ടദേവതാ രൂപേണ ഭഗവാനെ ധ്യാനിക്കണം. പൂജ്യശ്ച, ഭഗവാനെ ലഭ്യമായ പദാർത്ഥങ്ങളെ കൊണ്ട് അവനവൻ്റെ ശക്തിക്കനുസരിച്ച് പൂജ ചെയ്യണം എന്നർത്ഥം. അതൊക്കെ ഭക്തി ഉണ്ടാവാനുള്ള അനുഷ്ഠാനമാണ്. കഥാശ്രവണം, പൂജ, ഇഷ്ടദേവത, ധ്യാനം, ഭഗവാന്റെ മാഹാത്മ്യ വർണ്ണനം, ഭഗവാന്റെ സ്തുതികൾ, അതൊക്കെ ഭക്തി ഉണ്ടാവാൻ സാധിക്കും. യഥനുധ്യാസുനായുക്ത കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി കോവിദാ തസ്യ കോനകുര്യാൽ കഥാരതിം. എന്നിട്ട് ചോദിക്കുക, ഭക്തിരഹിതമായ ധർമ്മം വൃഥാവിലാണ്, നമ്മുടെ ജീവിതത്തെ വെറുതെ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭക്തി എങ്ങനെ മുക്തി നൽകും എന്ന് പറയാം. ഭഗവാന്റെ ആ കഥകളെ കേൾക്കുക, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഭജിക്കുക, അങ്ങനെ ഭഗവാന്റെ സ്മരണയോടുകൂടി നിരന്തരം കഴിയുക, ഭഗവാന് വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്യുക. അങ്ങനെ ചെയ്താൽ ആ കർമ്മം തന്നെ നമ്മുടെ അജ്ഞാനത്തെയും അതുപോലെ അജ്ഞാനം കൊണ്ടുണ്ടായ അഹങ്കാരത്തെയും ഒക്കെ തീർത്ത് നമുക്ക് മുക്തി തരും. അങ്ങനെയുള്ള ഭഗവാന്റെ മഹിമയെ കേൾക്കുന്നതിൽ ആരാണ് താല്പര്യം എടുക്കാണ്ടിരിക്കുക? കോനകുര്യാൽ കഥാരതിം. കർമ്മഗ്രന്ഥിയെ നശിപ്പിക്കും. കർമ്മഗ്രന്ഥി എന്ന് പറഞ്ഞാൽ അജ്ഞാനം, അജ്ഞാനം കൊണ്ടുണ്ടാവുന്ന അഹങ്കാരമൊക്കെയാണ്. അഹങ്കാരത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ളൂ കർമ്മവാസനകളെ. ഈശ്വരനാണ് എല്ലാം നടത്തുന്ന ആള്, ഞാൻ ഭഗവാന്റെ ഒരു സേവകൻ മാത്രമാണ് എന്ന ഭാവനയാണ് ആ കർമ്മത്തിൽ. അപ്പം നമ്മുടെ വിചാരം എന്താ? ഞാനാണ് ഇതൊക്കെ ചെയ്യുന്ന ആള്, ഞാനാണ് ഇതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആള്, അതുകൊണ്ട് ഞാൻ സുഖിയായി, ഞാൻ ദുഃഖിയായി. ഇങ്ങനെയുള്ള വിചാരമാണ് തെറ്റ, അജ്ഞാനം. അതിന് പകരം
ഭഗവാൻ നടത്തുന്നു, ഭഗവാൻ ഉള്ളിൽ അന്തര്യാമിയായിരിക്കും നടത്തുന്നു, ഭഗവാന്റെ അനുഗ്രഹം നടക്കുന്നു, ഭഗവാന് വേണ്ടി ചെയ്യുന്നു, ഭഗവാന്റെ ഭക്തനാണ്, സേവകനാണ് എന്ന ഭാവത്തോടുകൂടി സ്വധർമ്മ കർത്തവ്യ കർമ്മങ്ങളെ അനുഷ്ഠിക്കണം. അതിനൊക്കെ സഹായകമായിട്ടുള്ള ആ ഭഗവാന്റെ കഥ കേൾക്കുന്നതിൽ ആരാണ് താല്പര്യം കാണിക്കാണ്ടിരിക്കുക? ചോദ്യം. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൻ്റെ നക്സൽ എന്താണ്? ജീവിത ലക്ഷ്യം എന്താ? ജീവസി തത്വജിജ്ഞാസ, സത്യസാക്ഷാത്കാരമാണ് അല്ലേ? അപവർഗമാണ്, മോക്ഷമാണ്. അതിന് വേണമെങ്കിൽ അതിനെന്ത് വേണം? ഭക്തി വേണം. ആ ഭക്തി എങ്ങനെ കിട്ടും? ഭക്തി ഭഗവത് കഥ കേൾക്കുന്നുണ്ടേ ഉണ്ടാവുള്ളൂ. ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ കഥാരുചി സ്യാൻ മഹൽസേവയാ വിപ്ര പുണ്യതീർത്ഥ നിഷേവണാത്. എങ്ങനെ ഭക്തി ഉണ്ടാവും? ഭക്തി ഉണ്ടാവാനുള്ള മാർഗം ഭക്തന്മാരുടെ അടുത്ത് പോകണം. സജ്ജന സംസർഗമാണ്. സത്സംഗം കൊണ്ടേ ഭക്തി ഉണ്ടാവുള്ളൂ. ആ സത്സംഗം എങ്ങനെ കിട്ടും നമുക്ക്? സത്സംഗം എളുപ്പം കിട്ടില്ല. സത്സംഗം കിട്ടണം എന്ത് ചെയ്യണം? പുണ്യാചരണം വേണം. പുണ്യത്തിൻ്റെ പരിഭാഗം കൊണ്ടേ നമുക്ക് സത്സംഗം കിട്ടുള്ളൂ. ആ പുണ്യം വളരാൻ എന്ത് ചെയ്യണം? പുണ്യതീർത്ഥ നിഷേവണാത്, പുണ്യതീർത്ഥങ്ങളെയും പുണ്യക്ഷേത്രങ്ങളെയും ദർശിക്കണം. അപ്പോൾ തീർത്ഥാടനത്തിനും ക്ഷേത്ര ദർശനത്തിനൊക്കെ അതിൻ്റേതായ നിലയ്ക്ക് പ്രധാനമായ സ്ഥാനമുണ്ട്. അത് ലക്ഷ്യമല്ലെന്നേ ഉള്ളൂ. മനസ്സിലായോ? ധാരാളം പതിവായിട്ട് ക്ഷേത്ര ദർശനം ചെയ്യുന്നു അല്ലേ? എങ്ങനെ ചില ആൾക്കാർ, എത്രയോ ആൾക്കാരുണ്ട് പതിവായി രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് തീർത്ഥം പ്രസാദമൊക്കെ കഴിച്ചതിന് ശേഷമേ കാപ്പി കുടിക്കുള്ളൂ. അങ്ങനെ നിയമമായിട്ടുള്ളവരുണ്ട് നൃത്തം അല്ലേ? അതുമാതിരി ഇടയ്ക്ക് കൊല്ലത്തിലൊരിക്കൽ ശബരിമലയിൽ പോകുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഹിമാലയത്തിൽ പോകുന്ന ചില ആൾക്കാർ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് തീർത്ഥാടനം ചെയ്യുന്നു. അപ്പോൾ ഈ തീർത്ഥാടനവും ഈ ക്ഷേത്ര ദർശനവും ഒക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ ആ പുണ്യത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് മഹൽ സേവ, മഹാത്മാക്കളെ കാണാനിട വരും. തനത്താനല്ല. ആ മഹാത്മാക്കളെ അടുത്ത് പോയാലോ അവരുടെ സാന്നിധ്യത്തിൽ നമുക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടാവും. മഹാത്മാക്കൾ എന്ന് പറഞ്ഞവർ തന്നെ എപ്പോഴും ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ഭഗവത് കാര്യങ്ങൾ പറയുകയും അതിൽ ചിന്തിക്കും, അതിൽ രമിച്ച് കഴിയുന്നവരാ. നോക്കൂ, പുണ്യതീർത്ഥ നിഷേവണാത് മഹൽസേവ അല്ലേ? തീർത്ഥാടനം കൊണ്ടും ക്ഷേത്രദർശനം കൊണ്ടും അതുമാതിരിയുള്ള സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുമല്ലോ. അറിയാണ്ടൊക്കെ കുറച്ചൊക്കെ നല്ലത് ചെയ്യുമല്ലോ നമ്മൾ, ആർക്കെങ്കിലൊക്കെ ഒരു ഉപകാരം. ഇങ്ങനെയൊക്കെയുള്ള ഈ ചെറുതൊക്കെ കൂട്ടി 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 വയ്ക്കും. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കൂട്ടി കൂട്ടി വരുന്ന പുണ്യമാണ്. ആ പുണ്യത്തിൻ്റെ പരിഭാഗം. അതുകൊണ്ടാണ് അനേക ജന്മത്തിലെ പൂർവ്വത്തിൻ്റെ ആ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു മഹാത്മാവിനെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഭഗവത് കഥ കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവായി. ആ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ തുടങ്ങിയാലോ ശൃണ്വതാം സ്വകഥാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദി അന്തസ്തോ ഹി അഭദ്രാണി വിധുനോതി സുഹൃസദാം. നമ്മുടെ ഹൃദയമാകുന്ന ശ്രീകർത്തയ്ക്ക് ഭഗവാനെ പ്രവേശിപ്പിക്കാനുള്ള വഴി കഥാശ്രവണത്രേ. പുണ്യശ്രവണ കീർത്തന എന്ന ഭഗവാന് പേര്. പുണ്യത്തെ വർദ്ധിപ്പിക്കുകയും നമ്മുടെ ഉള്ളിലെ പാപത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഭഗവാൻ. ഭഗവാനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പാപം മുഴുവൻ വർദ്ധിക്കും, എല്ലാ നെഗറ്റിവിറ്റീസും പോയിക്കൊണ്ടിരിക്കും. അതേസമയത്തോ പോസിറ്റീവായിട്ട് പുണ്യം വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആ ഭഗവാന്റെ സ്വകഥാം കഥകളെ ആരാണോ കേൾക്കുന്നത്, ശൃണ്വതാം കേൾക്കുന്നവരുടെ ഹൃദയത്തിലെ കാതിലൂടെ പ്രഭു അകത്തേക്ക് പ്രവേശിക്കും. അപ്പം ഇപ്പോൾ ഇല്ല, ഇവിടെ ഉണ്ട്, കാര്യമില്ല, പക്ഷെ പ്രവർത്തിക്കണില്ല. നോക്കൂ, മരമുണ്ട്, ഒരു തടി, ആ തടിയിൽ അഗ്നിയില്ലേ? ആ തടിയിൽ അഗ്നിയുണ്ട്. ആ തടിയുടെ ഉള്ളിലുള്ള അഗ്നി അതിനെ ദഹിപ്പിക്കണ്ടോ? ഒരു തീപ്പെട്ടി കോലെടുക്കൂ, തീപ്പെട്ടി ഉരയ്ക്കുമ്പോൾ തീയുണ്ട്, അതിൻ്റെ ഉള്ളിൽ തീയില്ലേ? പക്ഷെ അത് അതിനെ കത്തിക്കണില്ലല്ലോ. അത് ഉരയ്ക്കുമ്പോഴല്ലേ പ്രകടാവണേ? ശരിയല്ലേ? ഇതുപോലെ വൈദിക കർമ്മങ്ങളിലാണെങ്കിൽ നമ്മൾ മരം അരണി കടയും. അരണിയിൽ ഓൾറെഡി തീയുണ്ട്, പക്ഷെ തനത്താത് പ്രകടമാവുന്നില്ല. അത് ഉരച്ച് പ്രകടമായി കഴിഞ്ഞാലോ പിന്നെ ആ അരണിയെയും അതുപോലെ ആ വിറകിനെയൊക്കെ ദഹിപ്പിക്കാൻ അത് ശക്തമാവും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ടെങ്കിലും ആ ഈശ്വരൻ്റെ ആ സാന്നിധ്യം, സാമീപ്യവും നമുക്ക് അനുഭവപ്പെടുന്നത് ആ ഭഗവാന്റെ മഹിമകൾ സജ്ജനങ്ങളുടെ മുഖാരവിന്ദത്തുനിന്ന് ഒഴുകി വരുന്നതിനെ കാതുകൊണ്ട് ധാരാളം കേൾക്കുമ്പോഴാണ്. അങ്ങനെ കേൾക്കുന്നതോടുകൂടി എന്തായി? ഭഗവാൻ ഉള്ളിൽ പ്രവേശിക്കും. എന്നിട്ടോ ആ നമ്മുടെ ഹൃദയമാകുന്ന ആ പൂജാമുറിയിലുള്ള ചപ്പും ചവറും മാലിന്യങ്ങൾ അതിനെ മുഴുവനും വിധുനോദീനാണ്. സുഹൃസദാം, സദാം സുഹൃത്ത്, സജ്ജനങ്ങളുടെ സുഹൃത്താണ് ഭഗവാൻ. ഭഗവാൻ എല്ലാവരെയും സുഹൃത്താണ്, പക്ഷെ സജ്ജനങ്ങൾക്ക് ഭഗവാനെ സുഹൃത്തായിട്ട് മനസ്സിലാവുന്നുള്ളൂ. സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മർച്ചതി എന്നാണ് ഭഗവാന്റെ പ്രതിജ്ഞ ഗീതയിൽ.
സർവഭൂത സുഹൃത്താണ് ഞാൻ. പക്ഷേ സജ്ജനങ്ങളിത് അറിയണു. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഗുണഗണങ്ങളും മഹിമകളും കഥ കേൾക്കുന്നവരുടെ കേൾക്കുന്നവരുടെ ഉള്ളിൽ ഭഗവാൻ പ്രവേശിച്ച് അവിടെയുള്ള മാലിന്യങ്ങളൊക്കെ നീക്കും, മനസ്സ് ശുദ്ധമാക്കി തീർക്കുന്ന അർത്ഥം. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുണ്യാചരണം കൊണ്ട്, പുണ്യത്തിൻ്റെ പരിഭാഗം കൊണ്ട് സത്സംഗത്തിലൂടെ ഭഗവത് കഥാശ്രവണ ഭാഗ്യം. ആ ഭഗവത് കഥകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ ആ ശ്രവണത്തിൻ്റെ ഫലമായിട്ട് മനോമാലിന്യങ്ങൾ മുഴുവൻ പോയിട്ട് ഭഗവാനിൽ ഭാഗവത സേവ വെച്ചാൽ ഭാഗവതോത്തമന്മാരുടെ ഭക്തന്മാരുടെ സംസർഗം കൊണ്ട് നമ്മുടെ ഉള്ളിലെ അഭദ്രങ്ങൾ മനോമാലിന്യങ്ങൾ മുഴുവനും നഷ്ടമാകുമ്പോൾ ഭഗവതി ഉത്തമശ്ലോകനായ ഭഗവാനിൽ നൈഷ്ഠികി ഭക്തി. നൈഷ്ഠികിച്ചാലോ ഇളക്കമില്ലാത്ത ഭക്തി. ഇന്ന് നമ്മുടെ ഭക്തി ചാഞ്ചാടുന്ന ഭക്തിയാണ്, ചഞ്ചല ഭക്തിയാണ്, നിശ്ചല ഭക്തി ഉണ്ടാവും. തഥാ രജസ്തമോ ഭാവാഃ കാമലോഭാദയശ്ചയേ ചേത ഏതൈഹി അനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. എന്താണ് ഈ മനസ്സിലെ മാലിന്യം ഭഗവാൻ മുഴുവൻ തുളച്ചു നിൽക്കുന്നു പറഞ്ഞത്? എന്താ ഈ മാലിന്യം അറിയണ്ടേ? പറഞ്ഞു, രജോ ഗുണവും തമോ ഗുണവുമാണ് മനസ്സിൻ്റെ മാലിന്യം. ഒരു ഗുണം കൂടി ഉണ്ട് മനസ്സിൽ, സത്വഗുണം കൂടി ഉണ്ട്. പക്ഷെ സത്വഗുണം ഉണ്ടായാൽ ശുദ്ധമായി മനസ്സെന്നാണ്. മനസ്സിലായോ? ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമാവും, തത്വഗുണം വരും. അപ്പം എന്താവും? രജോ ഗുണങ്ങളും തമോ ഗുണങ്ങളും മനസ്സിൽ നിന്ന് പോകും. ഈ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, അതിൻ്റെ കാര്യത്തെ മനസ്സിലാക്കാൻ പറ്റും, ഇഫക്റ്റ്. രജോ ഗുണത്തിൻ്റെ സ്വഭാവം എന്താ? അതാണ് പല വസ്തുക്കളിൽ ആഗ്രഹം. രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണ സംഘ സമുദ്ഭവം എന്ന. കണ്ടതിലൊക്കെ കൊതി, മോഹം കിട്ടിയില്ലെങ്കിൽ ദേഷ്യം, സങ്കടം കിട്ടിയ ഇനിയും വേണമെന്നുള്ള ലോഭം, കൊതി, ഇതൊക്കെ കാമ ലോഭ ആദയ. ഇൻഷോർ മനസ്സിൻ്റെ മാലിന്യം എന്താ? എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ഭഗവാൻ നമുക്ക് വിളങ്ങാത്തത്, തെളിയാത്തത്, പ്രകാശിക്കാത്തത്, അനുഭവപ്പെടാത്തത്? അഥവാ നമ്മൾ എത്ര കാലം ഭക്തി ചെയ്തിട്ടും നമുക്ക് മനഃശാന്തി കിട്ടാത്തത്? കാമക്രോധ ലോപമോഹാദികൾ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഈ മാലിന്യങ്ങൾ അവിടെ കിടക്കുക. അതിന് കാരണമായ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും കളയാൻ ശ്രമം ചെയ്തിട്ടില്ല. അത് കളയണമെങ്കിൽ സത്വഗുണം വളരണം, ആ സത്വഗുണം വളരണമെങ്കിൽ ഭക്തി വളരണം, ഭക്തി വളരണമെങ്കിൽ സത്സംഗം വേണം, അത് ഉണ്ടാവണമെങ്കിൽ ധാരാളം പുണ്യം ചെയ്യണേ, പുണ്യാചരണം വേണം. ഇങ്ങനെ ഒന്നിനൊന്ന് കണക്റ്റഡായിട്ട് പോകണം. അപ്പം ഇതൊക്കെ ഇപ്പോൾ സാധിക്കും. അപ്പോഴോ ചേതഹ മനസ്സ് ഏതൈഹി അനാവിദ്ധം രജോ ഗുണ തമോ ഗുണ വാസനകളാലും അതിൻ്റെ ഫലമായിട്ടുണ്ടായ കാമക്രോധാദി മാലിന്യങ്ങളാലും വിമുക്തമായി, ശുദ്ധമായി, നിർമ്മലമായി, മനസ്സ് നിശ്ചലമായി. നിശ്ചല തത്വേ ജീവൻ മുക്തി എന്നാണ് പറയണത്. മനസ്സ് നിശ്ചലമായ അവിടെ പിന്നെ ആത്മസ്വരൂപമാണ്. അത് തന്നെയാണ് മുക്താവസ്ഥ. ഏവം പ്രസന്ന മനസഃ ഭഗവത് ഭക്തിയോഗതഃ ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഏവം ഇപ്രകാരം എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് മുഴുവൻ മനസ്സിലാക്കണേ. തീർത്ഥാടനം, ക്ഷേത്രദർശനം, പുണ്യാചരണം, ധർമാചരണം, ഇതൊക്കെ കുറെ കാലം ചെയ്യുമ്പോൾ, കർമ്മങ്ങളൊക്കെ ഭഗവാന് വേണ്ടി അനുഷ്ഠിക്കൽ കുറെ കാലങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പുണ്യം വരും. അപ്പോൾ നമുക്ക് സത്സംഗത്തിന് മഹാത്മാക്കളെ കാണാനിട വരും. അവരുടെ മുഖത്തുനിന്ന് ഭഗവാന്റെ ഗുണഗണങ്ങളും മഹിമകളും കേൾക്കാനിട വരും. അതിലൂടെ ഭക്തി വർദ്ധിക്കും. അങ്ങനെ സത്വഗുണം വളരും. അപ്പോൾ രജോ ഗുണ തമോ ഗുണ വാസനകൾ നീങ്ങും. അതിൻ്റെ ഫലമായ കാമക്രോധാദികൾ നീങ്ങും. അപ്പോൾ മനസ്സ് പ്രസന്നവും ശാന്തവും നിശ്ചലവുമായി തീരും. ആ മനസ്സിൽ ഭഗവത് തത്വവിജ്ഞാനം. നമ്മൾ പുസ്തകം പഠിച്ചിട്ടും ഗുരുനാഥന്മാരുന്ന സത്സംഗത്തിന് പോയിട്ട് കേട്ടുല്ലോ, എടാ നീ ശരീരമല്ല, യു ആർ സ്പിരിറ്റ് സോൾ, നീ ജഡമായ ദേഹമല്ല, നീ ചൈതന്യമാണ്. കേൾക്കണ്ടല്ലോ നമ്മൾ. നീ ദൃശ്യമല്ല, ദൃക്സ്വരൂപനായ പരമാത്മാവെന്നൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കണ്ടല്ലേ. ആ ആത്മസ്വരൂപമാണ് നമ്മളെന്ന് ബുദ്ധി കൊണ്ടറിയായിരുന്നു. ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന് ബുദ്ധിപരമായിട്ട് അറിയാം. അറിയാത്തവരും വല്ലവരുണ്ടോ? അതിന് ഇത്ര ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് അനുഭവം വരണ്ടേ? ഇപ്പം എന്തായി? അത് അനുഭവമായി. തത്വജ്ഞാനം നേരത്തെ ഉണ്ടായി. ഇപ്പം എന്തായി? ആ തത്വവിജ്ഞാനം. വിജ്ഞാനിച്ച അനുഭവജ്ഞാനമാണ്. ആർക്ക് വരും? മുക്തസംഗസ്യ ജായതേ. ഭക്തി കൊണ്ട് സത്വഗുണം വളർന്ന് വിഷയങ്ങളിലുള്ള ആസക്തി പരിപൂർണമായും വിട്ടുപോയി മനസ്സ് ആ ശാന്തവും ഇളക്കമില്ലാത്തതുമായി തീർന്ന ആ ആൾക്ക് ഭഗവത് അനുഭൂതി, സാക്ഷാത്കാരം ഉണ്ടാവും അർത്ഥം. അതുണ്ടായാൽ എന്താ ഗുണം? അത് ഉണ്ടായാൽ ഉള്ള ഗുണമാണ് ഇനി പറയാൻ പോണത്. അതിൽ ആ ശ്ലോകം വായിക്കാം നമുക്ക്. പറയൽ നാളെ. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ അസ്യ കർമാണി ദൃഷ്ട ഏവ ആത്മനീശ്വരേ ഈശ്വരേ ആത്മനി ദൃഷ്ടേ സതി
എപ്പോഴാണോ ഇപ്രകാരം സൽക്കർമ്മത്തിൻ്റെ പരിഭാഗം കൊണ്ട് സത്സംഗവും, സത്സംഗത്തിലൂടെ ഈശ്വരമഹിമകളുടെ ശ്രവണകീർത്തനാദികളും, അതിലൂടെ ഭക്തി വളർന്ന മനസ്സ് സത്വഗുണ പ്രധാനമായി മനസ്സിലെ കാമക്രോധാദികളൊക്കെ നീങ്ങി മനസ്സ് നിശ്ചലമായിത്തീരുന്നത് ആ ശുദ്ധ ഹൃദയത്തിൽ ആന്തര്യാമിയായി ഹൃദയേശ്വരനായി വിളങ്ങുന്ന ആത്മസ്വരൂപനായ ഭഗവാന്റെ സാക്ഷാത്കാരം. ആ സാക്ഷാത്കാരം കൊണ്ട് ആത്മനി ഈശ്വരേ ദൃഷ്ടേ എന്നാണ്. ഈശ്വരനെ എവിടെ കാണണം? തന്നിൽ കാണണം, പുറത്തു പോയി കണ്ടിട്ട് കാര്യമില്ല എന്നർത്ഥം. എന്താ എല്ലാവരുടെ ഉള്ളിൽ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. ദേശീയാർജുന ദൃഷ്ട ചെയ്യുന്ന അല്ലേ, ആത്മസ്വരൂപനായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആത്മസ്വരൂപനായിരിക്കുന്ന ഈശ്വരന്റെ സാക്ഷാത്കാരം വേണം. ഈശദർശനം സ്വാത്മരൂപത. രമണ മഹർഷി പറയും, ഈശ്വരനെ ദർശിച്ചാൽ ആത്മദർശനമാണ് ഈശ്വര ദർശനം. ഈശ്വരനാണ് എല്ലാവരുടെയും ഹൃദയത്തിരിക്കുന്നത്. അതുകൊണ്ട് ആത്മനി ഈശ്വരേ ദൃഷ്ടേ, അവനവനിൽ തന്നെ അവനവന്റെ ആത്മാവായ ഈശ്വരനെ ഇപ്രകാരം ഡയറക്റ്റ് എക്സ്പീരിയൻസ്, അപരോക്ഷാനുഭൂതി എന്നതിന് പറയാം. ബുദ്ധിപരമായിട്ട് അറിഞ്ഞാൽ പോരാ. അപ്പോൾ ഹൃദയഗ്രന്ഥി പൊട്ടിപ്പോകുന്നു, സംശയങ്ങൾ മുഴുവൻ തീരുന്നു, അയാളുടെ കർമ്മബന്ധം മുഴുവനും നശിക്കുന്നു, സർവകർമ്മവാസനകളിൽ നിന്നും അയാൾ മുക്തനായിത്തീരുന്നു. എന്താ ഈ ഹൃദയഗ്രന്ഥി? അത് വളരെ വിശേഷപ്പെട്ടതാ. അതിന് സമയം വേണമെന്ന് പറഞ്ഞു നാളെ നമുക്ക് നോക്കാം. ഓം നമ ശിവായ. 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 ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.